നമസ്കാരം, വെൽക്കം ബാക്ക് ടു PSC എക്സാം എക്സ്പ്രസ്. 2026 ആദ്യത്തെ KTET പരീക്ഷ വരാൻ പോവുകയാണ്. എല്ലാവരും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എന്നറിയാം. നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിലൂടെ 2012 മുതൽ 2025 വരെയുള്ള മുൻവർഷ ചോദ്യപേപ്പറിലെ 300 KTET മലയാളം ചോദ്യങ്ങൾ ഈ ക്ലാസ്സിലൂടെ ഒറ്റ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പല ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ വന്നിട്ടുണ്ട് പല ചോദ്യപേപ്പറുകളിലും. അതുപോലെ തന്നെ എല്ലാ ചോദ്യപേപ്പറിലും സ്ഥിരമായിട്ട് വരുന്ന ചോദ്യ മേഖലകൾ പോലും ഉണ്ട്. അതുകൊണ്ട് KTET മലയാളത്തിന്റെ ഫുൾ മാർക്ക് നേടാനായിട്ട് നിങ്ങളെ ഈ വീഡിയോ സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നു. എല്ലാ ചോദ്യങ്ങളും കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക. ഒപ്പം ഇതുപോലുള്ള മറ്റു ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സംഗീതപരമായ ബുദ്ധിവികാസവുമായി ബന്ധപ്പെട്ട് പരിഗണിക്കാവുന്ന പ്രവർത്തനം ഏതാണ്? ഓപ്ഷൻസ്: എ പോസ്റ്റർ തയ്യാറാക്കൽ, ബി കവിതകൾക്ക് ഈണം കണ്ടെത്തൽ, സി നാടകരചനയും അവതരണവും, ഡി സംവാദങ്ങളിൽ ഏർപ്പെടൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി തന്നെയാണ്, കവിതകൾക്ക് ഈണം കണ്ടെത്തൽ. കവിതകൾക്ക് ഈണം കണ്ടെത്തൽ. രണ്ടാമത്തെ ചോദ്യം: ഭാഷയെ വാചിക ചേഷ്ട അല്ലെങ്കിൽ വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് വൈഗോട്സ്കി ആണ്. മാറിപ്പോകരുത്, ജീൻ പിയാഷെ അല്ല, അത് വൈഗോട്സ്കി ആണ്. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത്, വെർബൽ ബിഹേവിയർ എന്ന് വിശേഷിപ്പിച്ചത് വൈഗോട്സ്കി ആണ്. മൂന്നാമത്തെ ചോദ്യം: താഴെ കൊടുത്തവയിൽ വ്യാക്ഷേപക ശബ്ദമല്ലാത്ത വാക്യം ഏതാണ്? വ്യാക്ഷേപക ശബ്ദം അല്ലാത്ത വാക്യം, ഓർക്കുക, അല്ലാത്ത വാക്യം ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. അതെ, വായനയ്ക്ക് അവധിയില്ല. വായനയ്ക്ക് അവധിയില്ല എന്നുള്ളതാണ് ഇവിടെ വ്യാക്ഷേപക ശബ്ദമല്ലാത്ത വാക്യം. നാലാമത്തെ ചോദ്യം: ഹാ വിജിഗീഷു മൃത്യുവിൻ നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ. ഈ വരികൾ ഏത് കവിതയിലുള്ളതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കന്നിക്കൊയ്ത്ത്, വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിലെ വരികളാണ്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ആർഭാടപൂർണമായ രംഗപ്രവേശം എന്ന അർത്ഥത്തിൽ നമുക്ക് പറയാം എന്താണ്? തിരുപ്പുറപ്പാട്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ആറാമത്തെ ചോദ്യം: സഹവർത്തിത പഠന രീതിയുമായി ബന്ധപ്പെട്ട താഴെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശരിയായതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ വ്യവഹാരവാദത്തെ അടിസ്ഥാനമാക്കുന്നു, ബി ആവർത്തനത്തിനും ഓർമ്മിച്ചു പറയുന്നതിനും ഊന്നൽ നൽകുന്നു, സി പഠന ലക്ഷ്യവും പഠന ചുമതലകളും അധ്യാപിക സ്വയം തീരുമാനിക്കുന്നു, ഡി പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പഠനത്തിൽ സംവാദത്തിന് വർദ്ധിച്ച പ്രാധാന്യം നൽകുന്നു. അടുത്ത ഏഴാമത്തെ ചോദ്യം: ഒരു ആശയത്തിലോ പ്രശ്നത്തിലോ വിഷയങ്ങളെ ബന്ധിപ്പിച്ച് ഒരേ കാലയളവിൽ വ്യത്യസ്ത വിഷയങ്ങളുടെ പിരീഡുകളിലായി പഠിപ്പിക്കുന്ന ഉദ്ഗ്രഥന രീതി ഏതാണ്? ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ബഹുവിഷയാത്മകം. ബഹുവിഷയാത്മകം. അടുത്ത ചോദ്യം, എട്ടാമത്തെ ചോദ്യം: ഭാഷാ സമഗ്രതാ ദർശനത്തിന് യോജിച്ച പഠന ബോധന സമീപനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ ഉരുവിട്ട് പഠിക്കുന്നതിന് അവസരം ഒരുക്കുക, ബി ടീച്ചറുടെ ബോധനത്തിന് പ്രാധാന്യം നൽകുക, സി സ്വയം പഠനത്തിന് വഴിയൊരുക്കുക, ഡി ആശയങ്ങൾ ആവർത്തിച്ച് എഴുതുന്നതിന് അവസരം നൽകുക. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി തന്നെയാണ്, സ്വയം പഠനത്തിന് അവസരം ഒരുക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തവയിൽ തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏതാണ്? തൽപുരുഷ സമാസത്തിന് ഉദാഹരണമായ സമസ്ത പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇവിടെ ഓപ്ഷൻ ഡി ആണ്, കലാമർമ്മം. കലാമർമ്മമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഭേദകാനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഏത്? ഭേദകാനുപ്രയോഗത്തിന് ഉദാഹരണമായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ചെയ്തുകൊണ്ടിരിക്കുന്നു, ബി ചെയ്തു കൊള്ളാം, സി പറഞ്ഞുകൂടാ, ഡി വരുമായിരുന്നു. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചെയ്തു കൊള്ളാം. ചെയ്തു കൊള്ളാം എന്നുള്ളതാണ് ഭേദകാനുപ്രയോഗത്തിന് ഉദാഹരണമായത്. അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടാത്തത് ഏത്? ലക്ഷണങ്ങളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കിയാൽ എ അക്ഷരങ്ങൾ, വാക്കുകൾ എന്നിവ വിട്ടുപോകുക, അത് ഡിസ്ലെക്സിയയാണ്. ഓപ്ഷൻ ബി സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ വ്യത്യസ്തത ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് ഡിസ്കാൽക്കുലിയയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഡിസ്കാൽക്കുലിയയുടെ ലക്ഷണങ്ങളാണ് ഗണിതപരമായിട്ടുള്ള വൈകല്യത്തിൽ പെടുന്നതാണ്. അപ്പോൾ ശരിയായ ഉത്തരം നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി തന്നെയാണ്, സംഖ്യാബോധം, സ്ഥാനവില എന്നിവയിൽ വ്യത്യസ്തത ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റു ഓപ്ഷൻ കൂടെ നോക്കാം.
അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക, അത് ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങൾ തന്നെയാണ്. ഇല്ലാത്ത വാക്കുകൾ വായിക്കുക, അതും ഡിസ്ലെക്സിയയുടെ ലക്ഷണങ്ങളിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, 12ാമത്തെ ചോദ്യം. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? NS മാധവനായിരുന്നു. ഓപ്ഷൻ ബി ആയിരുന്നു ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ഭിന്നശേഷിക്കാർക്ക് വേണ്ടി അനുരൂപീകരണം സംബന്ധിച്ച് ചുവടെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള അനുരൂപീകരണം സംബന്ധിച്ച് ശരിയായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. 2 പ്രസ്താവനകളാണ് ഉള്ളത്. ഒന്ന്, പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം. 2, മൂല്യനിർണയ മേഖലയിൽ അനുരൂപീകരണം ആവശ്യമില്ല എന്ന് പറയുന്നു. ഇവിടെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 1 മാത്രമാണ് ശരി. പ്രസ്താവന 1 മാത്രമാണ് ശരി. പരിമിതി പരിഗണിച്ചുകൊണ്ട് പാഠ്യപദ്ധതിയിൽ അനുരൂപീകരണം നടത്തണം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. വറുക്കും മുൻപേ കൊറിക്കാൻ മോഹം എന്ന പഴഞ്ചൊല്ല് ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണ്? വറുക്കും മുൻപേ കൊറിക്കാൻ മോഹം എന്ന പഴഞ്ചൊല്ല് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ക്ഷമയില്ലായ്മയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. ക്ഷമയില്ലായ്മ. 16ാമത്തെ ചോദ്യം, മൂല്യനിർണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ്? മൂല്യനിർണയ ചോദ്യത്തിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഏതാണ്? ഓപ്ഷൻസ് നോക്കിയാൽ എ, പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നത്. ബി, യാന്ത്രികമായ കാണാപ്പാഠം പഠിക്കലിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. സി, ഉയർന്ന നിലവാരക്കാരെ മാത്രം പരിഗണിക്കുന്നത്. ഡി, പാഠപുസ്തകത്തിലെ ആശയ മേഖലയുമായി മാത്രം ബന്ധമുള്ളത്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. പഠന നേട്ടങ്ങളും ചിന്താ പ്രക്രിയയും പരിഗണിക്കുന്നത്. അടുത്ത ചോദ്യം, 17ാമത്തെ ചോദ്യം. ഒരു നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കിയാൽ ആകർഷകമായി രൂപകൽപ്പന ചെയ്തതായിരിക്കണം. ബി, ആശയം ആർജിക്കുന്നതിന് സഹായകമാവണം. സി, പഠിതാവിന്റെ പ്രായത്തിനും അഭിരുചിക്കും അനുഗുണമാവണം. ഡി, അധ്യാപകരുടെ അഭിരുചിക്ക് പ്രാധാന്യമുള്ളതാവണം എന്ന് പറയുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അധ്യാപകരുടെ അഭിരുചിക്ക് പ്രാധാന്യമുള്ളതാവണം എന്ന ഓപ്ഷനാണ് നല്ല പാഠപുസ്തകത്തിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണങ്ങളിൽ പെടാത്തത്. അടുത്ത ചോദ്യം നോക്കാം, 18ാമത്തെ ചോദ്യം. യൂണിറ്റ് സമഗ്രാസൂത്രണം തയ്യാറാക്കുമ്പോൾ പ്രാഥമിക പരിഗണന നൽകേണ്ടത് എന്തിനാണ്? ഓപ്ഷൻസ് നോക്കാം. പഠന സാമഗ്രികളുടെ ഉപയോഗത്തിന്. ബി, പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന്. സി, നിരന്തര മൂല്യനിർണയത്തിന്. ഡി, ആശയ സ്വാംശീകരണത്തിന്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ബി ആണ്, പഠന നേട്ടങ്ങൾ ആർജിക്കുന്നതിന്. ഓക്കെ. അടുത്ത ചോദ്യം, 19ാമത്തെ ചോദ്യം ഇതാണ്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, തളിരാണ് ശരിയായ ഉത്തരം. തളിരാണ് സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുഖപത്രമായി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്നവയിൽ സംവാദം എന്ന പ്രവർത്തനത്തിന് യോജിച്ചത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ, മുൻകൂട്ടി തയ്യാറാക്കിയ പ്രബന്ധം ഉചിതമായ സന്ദർഭങ്ങളിൽ അവതരിപ്പിക്കുന്നു. ബി, പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു. സി, സംവാദാന്ത്യത്തിലും തെറ്റായ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഡി, പ്രത്യുൽപ്പന്ന മതിത്വം വളരുന്നതിന് ഗുണകരമല്ല എന്ന് പറയുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രതിപക്ഷ ബഹുമാനത്തോടെ സ്വന്തം വാദമുഖങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് 21ാമത്തെ ചോദ്യമാണ്. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ഓരോ കുട്ടിയും നിരവധി വ്യവഹാര രൂപങ്ങൾ പരിചയപ്പെടുന്നുണ്ട്. ഇവയിൽ അന്വേഷണാത്മക പ്രവർത്തനങ്ങളിൽ പെടുന്ന വ്യവഹാര രൂപം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: സംവാദം, പ്രോജക്റ്റ്, തിരക്കഥ, പ്രഭാഷണം. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പ്രോജക്റ്റ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 22ാമത്തെ ചോദ്യം ഇതാണ്. ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ആ, ഇ, എ എന്നീ സ്വരാക്ഷരങ്ങൾ അറിയപ്പെടുന്നത് ചുട്ടെഴുത്ത് എന്ന പേരിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 23ാമത്തെ ചോദ്യം. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. ഈ ശൈലിയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്നുള്ളതിന് ശരിയായ അർത്ഥം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. വലുതായി ഉദ്ദേശിച്ചത് അല്പമാത്രം പ്രയോജനപ്പെട്ടു. വലുതായി ഉദ്ദേശിച്ചത് അല്പമാത്രം പ്രയോജനപ്പെട്ടു. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു. 24ാമത്തെ ചോദ്യം. 2024
വയലാർ പുരസ്കാരം നേടിയ എഴുത്തുകാരനും അദ്ദേഹത്തിന്റെ കൃതിയും ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതും ശരിയായ ഉത്തരം ഓപ്ഷൻ ബി തന്നെയാണ്. അശോകൻ ചെരുവിലാണ്. അദ്ദേഹത്തിന്റെ കാട്ടൂർ കടവ് എന്ന കൃതിക്കാണ് 2024 വയലാർ പുരസ്കാരം ലഭിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കുട്ടികളുടെ വ്യക്തിപരമായ കഴിവുകളും ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ കുട്ടിക്ക് പ്രവർത്തന സ്വാതന്ത്ര്യവും സ്വയപ്രയത്നവും സഹകരണത്തിനുമെല്ലാം പ്രാധാന്യം നൽകുന്ന ഹെലൻ പാർക്കേഴ്സ് നടപ്പിലാക്കിയ പഠന രീതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏതാണ്? ഡാൾട്ടൺ പദ്ധതിയാണ്. ഡാൾട്ടൺ പ്ലാൻ, ഡാൾട്ടൺ പദ്ധതി ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം 26ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളുടെ ക്ലാസ് റൂം വിനിമയത്തിന് യോജിക്കാത്തത് ഏത്? യോജിക്കാത്തതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: കാഴ്ച കേൾവി പ്രശ്നമുള്ളവർക്ക് ക്ലാസിന്റെ മുൻനിരയിൽ ഇരിപ്പിടം ക്രമീകരിക്കണം. ബി. സാധാരണ ബെഞ്ചിൽ ഇരിക്കാൻ കഴിയാത്ത ചലനപരമായ പ്രശ്നമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഇരിപ്പിടം നൽകണം. സി. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച് വായനാ സാമഗ്രികൾ നൽകണം. ഡി. പഠനതന്ത്രങ്ങളിൽ അനുരൂപീകരണം നടത്തരുത്. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. യോജിക്കാത്തത് ഡി ആണ്. പഠനതന്ത്രങ്ങളിൽ അനുരൂപീകരണം നടത്തരുത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 27ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വായനാ വൈകല്യമുള്ള, അതായത് ഡിസ്ലെക്സിയ ഓർ റീഡിംഗ് ഡിസോർഡറിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. പെടാത്തതാണ് കണ്ടെത്തേണ്ടത്, ഓർക്കുക, പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വാക്കുകളോ വരികളോ വിട്ടുപോവുക. ബി അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയാതിരിക്കുക. സി ഇല്ലാത്ത വാക്കുകൾ ചേർത്ത് വായിക്കുക. ഡി അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസപ്പെടുന്നു എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. അക്കങ്ങളും സംഖ്യകളും മനസ്സിലാക്കുന്നതിലും കണക്ക് കൂട്ടുന്നതിലും പ്രയാസപ്പെടുന്നു. ഇത്തരത്തിൽ മറ്റൊരു ചോദ്യം കൂടെ നമ്മൾ ഒരിക്കൽ പഠിച്ചതാണ്. ഡിസ്കാൽക്കുലിയാണ് ഇതിന്റെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. കുളിച്ചു വന്നു എന്ന വാക്യം വിനയച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കുളിച്ചു വന്നു എന്ന വാക്യം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വിനയച്ചത്തിന്റെ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മുൻവിനയച്ചമാണ്. മുൻവിനയച്ചമാണ് ശരിയായ ഉത്തരം. 29ാമത്തെ ചോദ്യം. ഒരു യഥാർത്ഥ അധ്യാപിക ഒരിക്കലും പുസ്തകങ്ങൾ പഠിക്കുന്നതിനുള്ള ഉപകരണമോ മുൻകൂട്ടി നിർമ്മിച്ച മുദ്രാവാക്യങ്ങളുടെയും ജീവനില്ലാത്ത അക്കാദമിക് സാമഗ്രികളുടെയും വാഹനമോ ആകരുത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ മൂല്യം കിടക്കുന്നത് ഭാവനയിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും വിധി പറയലിലേക്കും കുട്ടിയുടെ മനസ്സിനെ ചലനാത്മകമാക്കുന്നതിലാണ്. ഇങ്ങനെ അധ്യാപകരുടെ റോളിനെ കുറിച്ചുള്ള നിരീക്ഷണം പങ്കുവച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ്: ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ബി സ്വാമി വിവേകാനന്ദൻ, സി മഹാത്മാഗാന്ധി. മുപ്പത്തിനാലാമത്തെ ചോദ്യം ഇതാണ്. അഴകുള്ള ചക്കയിൽ ചുളയില്ല എന്ന പഴഞ്ചൊല്ലിന് സമാനമായ ആശയം വരുന്ന മറ്റൊരു പഴഞ്ചൊല്ല് തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ്: മുളയിലറിയാം വിള, ബി വിത്താഴം ചെന്നാൽ പത്തായം നിറയും, സി വിത്തുഗുണം പത്തുഗുണം, ഡി ഏറെച്ചിത്രം ഒട്ടപ്പാത്രം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. ഏറെച്ചിത്രം ഒട്ടപ്പാത്രം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഉദാഹരണമല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. വിണ്ടലമാണ് ശരിയായ ഉത്തരം. ആഗമസന്ധിക്ക് ഉദാഹരണമല്ലാത്തത്. 36ാമത്തെ ചോദ്യം. സ്നേഹിക്കയില്ല ഞാൻ നോവും ഒരാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇങ്ങനെ
സ്നേഹത്തെക്കുറിച്ച് പാടിയ കവി ആരാണ്? ഇങ്ങനെ സ്നേഹത്തെക്കുറിച്ച് പാടിയത് വയലാർ രാമവർമ്മയാണ്. വയലാർ രാമവർമ്മ. അടുത്ത ചോദ്യം ഓപ്ഷൻ ഡി ആണ് ശരി, ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 37ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന ആത്മകഥകളിൽ ശരിയായ ഘടന ഏത്? ശരിയായ ഘടനയാണ് കണ്ടെത്തേണ്ടത്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ഒന്ന്, ഓർമ്മകളുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ശരിയാണ്, ഓർമ്മകളുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പാണ്. ഓർമ്മയുടെ തീരങ്ങളിൽ ആത്മകഥ തകഴിയുടേതാണ്. ശരിയാണ്, തകഴി ശിവശങ്കരപിള്ള. ശരിയാണ്. 3, ഓർമ്മയുടെ അറകൾ. ശരിയാണ്, വൈക്കം മുഹമ്മദ് ബഷീറിന്റേതാണ് ഓർമ്മയുടെ അറകൾ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം. മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നത് എന്ന അനുമാനത്തിൽ എത്തിച്ചേർന്ന ഭാഷാ ചിന്തകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. BF സ്കിന്നറാണ് ശരിയായ ഉത്തരം. 39ാമത്തെ ചോദ്യം. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം എന്താണ്? കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന പഴഞ്ചൊല്ലിന്റെ ആശയം ഓപ്ഷൻ ബി ആണ്. കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക എന്നുള്ളതാണ്. കുറ്റം ചെയ്യാതെ ആരോപണ വിധേയനാവുക. അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യം. ശരിയായ വാക്യം ഏതാണ്? ശരിയായ വാക്യം ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. താങ്കളുടെ ഈ വരവിന്റെ ഉദ്ദേശ്യം എന്താണ്? ഉദ്ദേശ്യമാണ് ശരിയായ വാക്ക്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. താങ്കളുടെ ഈ വരവിന്റെ ഉദ്ദേശ്യം എന്താണ്? അടുത്ത ചോദ്യം 40ാമത്തെ ചോദ്യം. ഏഷ ഞാൻ കുറ്റം പിഴച്ചു പോയാൽ എന്റെ ശേഷക്രിയയ്ക്ക് ആരുമില്ലാതായി വരും. ഈ വരികളിൽ കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മരിക്കുക എന്നുള്ളതാണ്. മരിക്കുകയാണ് കുറ്റം പിഴയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം. അടുത്ത ചോദ്യം 42ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ദൃശ്യസ്ഥലപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെടുത്തി നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കണ്ടെത്തേണ്ടത് ഏതാണ്? ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ചാർട്ടുകൾ വായിക്കുക, കൊളാഷ് നിർമ്മിക്കുക, ചിത്രങ്ങൾ തയ്യാറാക്കുക, റേഡിയോ പ്രഭാഷണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. റേഡിയോ പ്രഭാഷണമാണ്. 43ാമത്തെ ചോദ്യം. കാൾ റോജേഴ്സിന്റെ അഭിപ്രായത്തിൽ മികച്ച പഠന സാഹചര്യ സൃഷ്ടിക്ക് ഉപയുക്തമായ 3 ഘടകങ്ങൾ വരുന്ന ശരിയായ ഗണം ഏതാണ്? ഇവിടെ ശരിയായ ഗണം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. പ്രതിപക്ഷ ബഹുമാനം, താദാത്മ്യം, ആധികാരികത എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. തന്നിരിക്കുന്നവയിൽ കാല് മുതൽ ശിരസ് വരെ എന്ന് അർത്ഥം വരുന്ന പദം ഇവയിൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആപാദചൂഡം. അടുത്ത ചോദ്യം 45ാമത്തെ ചോദ്യം. ജന്മസിദ്ധമായി തന്നെ ഓരോ കുട്ടിക്കും ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്നതിന്റെ കാരണം വിശദീകരിക്കാൻ ഭാഷാ സ്വീകരണ ഉപകരണം എന്ന സിദ്ധാന്തം ഉപയോഗിച്ചത് ആരാണ്? ഭാഷാ സ്വീകരണ ഉപകരണം എന്ന സിദ്ധാന്തം ഉപയോഗിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നോം ചോംസ്കി ആണ് ശരിയായ ഉത്തരം. നോം ചോംസ്കി. 45 ശരിയായ ഉത്തരം നോം ചോംസ്കി ആണ്. അടുത്ത ചോദ്യം. തളിർമേനി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്ത്? തളിർമേനി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ്? തളിര് പോലുള്ള മേനി. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. തളിര് പോലുള്ള മേനിയാണ് തളിർമേനി. 47ാമത്തെ ചോദ്യം. സാക്ഷിയെ കുറിക്കുന്ന വിഭക്തി ഏതാണ്? സാക്ഷിയെ കുറിക്കുന്ന വിഭക്തി ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സംയോജികയാണ് ശരിയായ ഉത്തരം. സംയോജിക. അടുത്ത ചോദ്യം 48. ആനന്ദിന്റെ ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ശവഘോഷയാത്ര എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നാടകമാണ്. ശവഘോഷയാത്ര ആനന്ദിന്റേതാണ്, നാടകമാണ്. ഓക്കെ. 49ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ 100 വർഷം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദം ഏതാണ്? 100 വർഷം ഏതാണ്? 100 വർഷം. ഓപ്ഷൻ സി ആണ്. ശതാബ്ദിയാണ് ശരിയായ ഉത്തരം. 100 വർഷം ശതാബ്ദിയാണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? ആദേശസന്ധിക്ക് ഉദാഹരണം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. നെന്മണിയാണ്. നെന്മണിയാണ് ആദേശസന്ധിക്ക് ഉദാഹരണം. ചുവടെ പിരിച്ചെഴുതിയവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത്? ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉദാഹരണം അല്ലാത്തത് ഏതാണ്? പോയി പ്ലസ് ഇല്ല, പോയില്ല. അത് ഉദാഹരണമല്ല. ആഗമസന്ധിക്ക് ഉദാഹരണമല്ല. പോയി പ്ലസ് അല്ല. പോയി പ്ലസ് ഇല്ല, പോയില്ല. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം.
ഇവിടെ ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ്. ആന ചിഹ്നം വിളിക്കുന്നു. ആന ചിഹ്നം വിളിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ആശയങ്ങൾ കേട്ടെഴുത്തിലൂടെ നൽകുക, ആശയങ്ങളുടെ ദൃശ്യാവതരണം നടത്തുക, സി സീറ്റിംഗ് ക്രമീകരണങ്ങൾ നടത്തുക, ഡി സഹകരണാത്മക ലേഖനം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. സീറ്റിംഗ് ക്രമീകരണം നടത്തുക. ലേഖന ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പഠിതാക്കളെ സഹായിക്കാനുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ആണ് സീറ്റിംഗ് ക്രമീകരണങ്ങൾ നടത്തുക എന്നുള്ളത്. അടുത്ത ചോദ്യം 52ാമത്തെ ചോദ്യം. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസം ഏതാണ്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന വിദ്യാഭ്യാസം ഓപ്ഷൻ ഡി ആണ്. ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ വിവേകബുദ്ധി ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? വിവേകബുദ്ധി ഇല്ലാത്തവൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് കൊമ്പില്ലാക്കാളയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം, കൊമ്പില്ലാക്കാള. 57ാമത്തെ ചോദ്യം. നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്ന പഠന രീതി ഏതാണ്? നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്. നിഗമന രീതിയാണ് ശരിയായ ഉത്തരം. നിഗമന രീതിയാണ് നിയമത്തിൽ നിന്നും ഉദാഹരണങ്ങളിലേക്ക് പോകുന്നത്. 58ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ബോധനോദ്ദേശവുമായി പൂർണ്ണമായും യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? പൂർണ്ണമായും യോജിക്കാത്ത പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ, പഠിതാക്കൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പുരോഗമിക്കുന്നത് അവയാണ് ബോധനോദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, ബോധനത്തിലൂടെ പഠിതാവ് ഉണ്ടാക്കുന്ന മാറ്റമാണ് ബോധനോദ്ദേശം. സി, അധ്യാപനത്തിലൂടെ എന്തു നേടാൻ ഉദ്ദേശിക്കുന്നു എന്ന പ്രസ്താവനയാണ് ബോധനോദ്ദേശം. ഡി, ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നതാണ് ബോധനോദ്ദേശം എന്ന് പറയുന്നു. ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓരോ വിദ്യാർത്ഥിയും ഭാവിയിൽ ആരാകണമെന്ന് നിശ്ചയിച്ച് രേഖപ്പെടുത്തുന്നതാണ് ബോധനോദ്ദേശം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 59ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടത് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: അനുരൂപീകരണം, ബി ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം, സി റിസോഴ്സ് അധ്യാപകരുടെ സേവനം ലഭ്യമാക്കൽ, ഡി ഇവ എല്ലാം. ശരിയായ ഉത്തരം ഡി തന്നെയാണ്. ഇവയെല്ലാം തന്നെ എന്താണ്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസ പ്രക്രിയയിൽ അനുവർത്തിക്കേണ്ടത് തന്നെയാണ്. 60ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ കൊടുത്തിട്ടുള്ളവയിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ഓപ്ഷൻ ബി ആണ്. OV വിജയൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത്. അടുത്ത ചോദ്യം 61ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാഠപുസ്തകങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട മികവുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഇങ്ങനെയാണ്. വിവിധ സാഹചര്യങ്ങളിൽ വ്യത്യസ്തമായ ആശയങ്ങൾ നിറവേറ്റാൻ ഉതകും വിധം വഴക്കമുള്ളതാകണം. ബി, കുട്ടികൾക്ക് സ്വന്തം നിലയിലും സ്വന്തം വേഗതയിലും പാഠപുസ്തകവുമായി സംവദിക്കാൻ കഴിയണം. സി, പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാത്തതാവണം. ഡി, സ്വീകരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നിന്ന് സൃഷ്ടാവിന്റെ പദവിയിലേക്ക് കുട്ടിയെ ഉയർത്താൻ കഴിയുന്നതാവണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പാഠപുസ്തകം കൂട്ടിച്ചേർക്കലുകൾക്കോ ഒഴിവാക്കലുകൾക്കോ പഴുതില്ലാത്തതാവണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 62ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ സാമ്പ്രദായിക പരീക്ഷാ രീതിയുടെ സവിശേഷത ഏത്? ഓപ്ഷൻസ്: എ, കുട്ടിയുടെ സൃഷ്ടിപരത മുഖ്യമായി പരിഗണിക്കുന്നു. ബി, വ്യക്തികൾക്ക് റാങ്ക് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നു. സി, കുട്ടികളിൽ വികസിക്കേണ്ട യഥാർത്ഥ ജീവിതശേഷികളെ പരിഗണിക്കുന്നു. ഡി, ഓരോ കുട്ടിയുടെയും വായനയിലെ ശക്തി ദൗർബല്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വ്യക്തികൾക്ക് റാങ്ക് നൽകി താരതമ്യം ചെയ്യുക എന്നത് പ്രധാന ലക്ഷ്യമാകുന്നു എന്നുള്ളതാണ്. 63ാമത്തെ ചോദ്യം ഇതാണ്. ഗന്ധകാര നാഴി ഏത് വിഭാഗത്തിൽ പെടുന്ന കൃതിയാണ്? ഗന്ധകാര നാഴി ഏത് വിഭാഗത്തിൽ പെടുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നോവലിലാണ് പെടുന്നത്. നോവലാണ്. ഓക്കെ. 64ാമത്തെ ചോദ്യം ഇതാണ്. പ്രക്രിയാധിഷ്ഠിത പഠനത്തിൽ അക്ഷരജ്ഞാനത്തിന്റെ കാര്യത്തിൽ സ്വീകാര്യമല്ലാത്ത രീതി ഏത്? സ്വീകാര്യമല്ലാത്ത രീതിയാണ് ചോദിക്കുന്നത്.
ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രസകരവും താല്പര്യജനകവുമായ ഗീതങ്ങൾ, വായ്ത്താരികൾ, നാവുഴിച്ചാന്നുള്ള പാട്ടുകൾ തുടങ്ങിയവ ആവർത്തിച്ചു കേൾപ്പിക്കൽ. ബി ചാർട്ടുകളും വലിയ പുസ്തകങ്ങളും വായനാ വസ്തുതകളും എല്ലാവരും കാണത്തക്ക വിധം പ്രദർശിപ്പിച്ച് ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിക്കൽ. സി പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ. ഡി ടീച്ചർ നിർദ്ദേശിക്കുന്നതിനു പകരം കുട്ടികൾ അവർക്കിഷ്ടമുള്ള പദങ്ങൾ വായനാ സാമഗ്രിയിൽ നിന്ന് കണ്ടെത്തൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പദങ്ങൾ ആവർത്തിച്ച് എഴുതിച്ച ശേഷം കാണാതെ എഴുതിക്കൽ എന്നുള്ളതാണ്. 65ാമത്തെ ചോദ്യം ഇതാണ്. ചെറിയ കാലയളവിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലിലൂടെ രൂപീകരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന ചർച്ചാരേഖ ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? റിഫ്ലക്ഷൻ നോട്ടാണ്. റിഫ്ലക്ഷൻ നോട്ട്. ടീച്ചർ തയ്യാറാക്കുന്നത് റിഫ്ലക്ഷൻ നോട്ട്. അടുത്തത് 66ാമത്തെ ചോദ്യം. സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക് എന്ന രീതിയിലുള്ള ഭാഷാ പഠന മാതൃക ഏതാണ്? സമഗ്രതയിൽ നിന്ന് ഘടകങ്ങളിലേക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ആശയം, വാക്യം, പദം, അക്ഷരം. ആദ്യം ആശയം, പിന്നെ വാക്യം, പിന്നെ പദം, അക്ഷരം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. പ്രാദേശിക ഭാഷ സംസാരിക്കുന്ന കുട്ടിയോട് ഭാഷാ പഠന ക്ലാസ്സിൽ സ്വീകരിക്കേണ്ട ശരിയായ സമീപനം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ തുടക്കത്തിൽ തന്നെ തിരുത്തി മാനക ഭാഷ സംസാരിക്കാൻ നിർബന്ധിക്കണം. ബി പ്രാദേശിക ഭാഷ ഉപയോഗിക്കുന്നതിന് തടസ്സപ്പെടുത്താതെ മാനക ഭാഷാ പ്രയോഗങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കണം. സി പ്രാദേശിക ഭാഷാ പ്രയോഗങ്ങൾക്ക് സമാനമായ മാനക ഭാഷാ പ്രയോഗങ്ങൾ ഗൃഹപാഠമായി നൽകണം. ഡി ഭാഷാ പ്രയോഗത്തിൽ ആത്മവിശ്വാസം വന്നെന്നുറപ്പാക്കിയ ശേഷം മാനക ഭാഷ പരിചയപ്പെടുത്താനും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താനും അവസരം നൽകണം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്. ഭാഷാ പ്രയോഗത്തിൽ ആത്മവിശ്വാസം വന്നെന്നുറപ്പാക്കിയ ശേഷം മാനക ഭാഷ പരിചയപ്പെടുത്താനും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താനും അവസരം നൽകണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യം. ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്ന ശരിയായ ആശയം ഏത്? ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാക്കുന്ന ശരിയായ ആശയം ഏതാണ്? ഒരു പ്രവൃത്തി കൊണ്ട് ഒന്നിലധികം ലക്ഷ്യങ്ങൾ സാധിക്കൽ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയത് ആരാണ്? കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയത് എ നാരായണനാണ് കൂമൻ കൊല്ലി എന്ന നോവൽ എഴുതിയത്. അടുത്ത ചോദ്യം 70ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഇവിടെ ഏതാണ്? അധ്യയനമാണ് ശരിയായ പദം. അടുത്ത ചോദ്യം 71. ബുദ്ധിയുടെ ബഹുമുഖങ്ങളിൽ അമൂർത്ത ചിന്തനത്തിന് സഹായകമാകുന്നത് ഏത്? ഓപ്ഷൻ എ ഭാഷാപരമായ ബുദ്ധി, ബി ദൃശ്യസ്ഥലപര ബുദ്ധി, സി ആന്തരിക വൈയക്തിക ബുദ്ധി, ഡി യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. യുക്തിചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. അടുത്ത ചോദ്യം 72ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യം കണ്ടെത്തുക. ഇവിടെ ഏറ്റവും ശരിയായ വാക്യമായിട്ട് വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് മരണം. ജനന മരണങ്ങൾക്കിടയിലെ അനർഘ നിമിഷമാണ് മരണം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 73ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ഭാഷാ സമഗ്രതാ ദർശനത്തിന്റെ സമീപനങ്ങളിൽ പെടാത്തത് ഏത്? പെടാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. സാമൂഹിക ഇടപെടലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും. ബി സജീവമായ പഠന പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ അച്ചടക്കരാഹിത്യം ഉണ്ടാവില്ല. സി വളരെ സങ്കീർണമായ പ്രക്രിയകൾ പോലും അവിശ്വസനീയമായ വേഗത്തിൽ സ്വായത്തമാക്കാനുള്ള കഴിവ് കുട്ടികൾക്കുണ്ട്. ഡി സ്വന്തം രീതിയിലുള്ള പഠനത്തിൽ സജീവമായി ഏർപ്പെടുമ്പോഴാണ് കുട്ടികൾ ഏറ്റവും അധികം പഠിക്കുന്നത് എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. സാമൂഹിക ഇടപെടലുകൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ഭാഷാ സമഗ്രത ദർശനത്തിന്റെ സമീപനങ്ങളിൽ പെടാത്തത് ആണ് എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത ചോദ്യം 74ാമത്തെ ചോദ്യം. ചുവടെ പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം തീനാളം. തീ പ്ലസ് നാളം, തീനാളം എന്ന് കൊടുത്തിട്ടുള്ള അതാണ് പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം നോക്കാം. 75. കൊള്ളാനൊന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പനിനീർ പൂന്തോപ്പിൽ. ഇത് ആരുടെ വരികളാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ വാക്കുകൾ തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്.
ശരിയായ വരികൾ ഇങ്ങനെയാണ്: കൊള്ളാനൊന്നു കൊടുക്കാനില്ലാതില്ലൊരു മുൾച്ചെടിയും ഉദയക്കതിരിനെ മുത്തും മാനവ ഹൃദയ പൂന്തോപ്പിൽ. ഇത് ആരുടെ വരികളാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈലോപ്പിള്ളിയുടെ വരികളാണ്. 76ാമത്തെ ചോദ്യം ഇതാണ്: ഗുരുഭക്തി എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഗുരുവിനോടുള്ള ഭക്തിയാണ് ഗുരുഭക്തി. ഗുരുവിനോടുള്ള ഭക്തി ഗുരുഭക്തി. 77ാമത്തെ ചോദ്യം ഇതാണ്: ചുവടെ നൽകിയവയിൽ ശരിയായ പദം ഏതാണ്? ഇവിടെ ശരിയായ പദം ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായത്, യാദൃശ്ചികം. യാദൃശ്ചികം ഇങ്ങനെയാണ്. 78ാമത്തെ ചോദ്യം ഇതാണ്: കാവ്യാസ്വാദന പ്രവർത്തനത്തിൽ കേൾവി പരിമിതിയുള്ള കുട്ടികളെ സഹായിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻസ് എ, മാഗ്നിഫയർ പോലെയുള്ള ഉപകരണങ്ങൾ ലഭ്യമാക്കുക. ബി, മെന്റൽ ഇമേജ് സാധ്യമാകുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ ഉപയോഗിക്കുക. സി, കവിതയുടെ ആസ്വാദനാംശങ്ങൾ ടീച്ചർ വിവരിച്ചു നൽകുക. ഡി, ഇവ എല്ലാം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മെന്റൽ ഇമേജ് സാധ്യമാവുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ, വീഡിയോകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ പിരിച്ചെഴുതിയവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. സി ആണ് ഇവിടെ ശരിയായ ഉത്തരം, മഴയില്ല. മഴ പ്ലസ് ഇല്ല, മഴയില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം: സ്നേഹിക്കയില്ല ഞാൻ നോവും ഒരാത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇത് ആരുടെ വരികളാണ്? ഇവിടെ ശരിയായ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, വയലാറാണ്. വയലാറാണ് ശരിയായ ഉത്തരം. ഇത് മുമ്പ് ചോദിച്ച ചോദ്യമാണ്, റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്. അടുത്തൊരു ചോദ്യം, 81ാമത്തെ ചോദ്യം: ചുവടെ നൽകിയവയിൽ ഏറ്റവും ശരിയായ വാക്യം കണ്ടെത്തുക. ഇവിടെ ഏറ്റവും ശരിയായ വാക്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അങ്ങനെ പറഞ്ഞാൽ അർത്ഥത്തിൽ പിഴവില്ല, ആളുകൾക്ക് കാര്യം മനസ്സിലാകും എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 82ാമത്തെ ചോദ്യം: 2022 വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആരാണ്? 2022 വയലാർ അവാർഡ് ആർക്കായിരുന്നു? 2022 എസ് ഹരീഷിനായിരുന്നു വയലാർ അവാർഡ്. അടുത്ത ചോദ്യം, 83ാമത്തെ ചോദ്യം: പഠന പ്രവർത്തനങ്ങളിലെ കുട്ടികളുടെ പങ്കാളിത്തം, മികവുകൾ, പരിമിതികൾ തുടങ്ങിയവ അധ്യാപക രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? അധ്യാപിക രേഖപ്പെടുത്തുന്നത് എവിടെയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ടീച്ചിങ് മാനുവലിന്റെ വിലയിരുത്തൽ പേജിലാണ് രേഖപ്പെടുത്തുന്നത്. 84ാമത്തെ ചോദ്യം: ചുവടെ പറയുന്നവയിൽ ഏതൊക്കെ വിഭാഗക്കാരെയാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസത്തിൽ പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. സാമൂഹ്യ സാംസ്കാരിക പിന്നോക്കാവസ്ഥയിലുള്ള കുട്ടികൾ. ബി, ഭിന്നശേഷിക്കാരായ കുട്ടികൾ. സി, പ്രതിഭാധനരായ കുട്ടികൾ. ഡി, ഇവരെയെല്ലാം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഇവരെയെല്ലാം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഉപ്പു തിന്നവർ വെള്ളം കുടിക്കുമെന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം എന്താണ്? ഉപ്പു തിന്നവർ വെള്ളം കുടിക്കും. ഇതിലൂടെ വ്യക്തമാകുന്ന ആശയം എന്താണ്? ഓപ്ഷൻ ബി ആണ്, ദുഷ്ടകർമ്മത്തിന് അതനുസരിച്ചുള്ള ഫലം ലഭിക്കും എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ദൈവം എന്ന ദുരന്ത നായകൻ ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്? ദൈവം എന്ന ദുരന്ത നായകൻ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? നോവലാണ് ദൈവം എന്ന ദുരന്ത നായകൻ. 87ാമത്തെ ചോദ്യം ഇതാണ്: നീറ്റുവറ്റി വരണ്ട കൈച്ചുള്ളികൾ നീറാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. കൈച്ചുള്ളികൾ എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കയ്യാകുന്ന ചുള്ളികൾ. കയ്യാകുന്ന ചുള്ളികൾ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ നിരന്തര മൂല്യനിർണയ പ്രക്രിയയുടെ സവിശേഷതകളിൽ പെടാത്തത് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, ഒരു ഘട്ടത്തിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പഠിതാവിനെ പ്രവേശിപ്പിക്കുന്നതിന്. ബി, നിശ്ചിത സമയത്തിനുള്ളിൽ ആർജിച്ച ശേഷികൾ പ്രയോഗിക്കുന്നതിന് അവസരം. സി, നിശ്ചിത കാലയളവിൽ കുട്ടികൾ നേടിയ പഠന നേട്ടങ്ങൾ വിലയിരുത്താൻ. ഡി, പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും സ്വയം വിലയിരുത്തലിന് അവസരം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങൾക്കും സ്വയം വിലയിരുത്തുന്നതിന് അവസരം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ വളം വെച്ചു കൊടുക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചത് ഏത് വാക്യത്തിലാണ്? വളം വെച്ചു കൊടുക്കുക എന്നുള്ളത് ശരിയായി പ്രയോഗിച്ചിരിക്കുന്ന എവിടെയാണ്? ഓപ്ഷൻ സി ആണ്, കുട്ടികളുടെ ദുശീലങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്നത് നല്ലതല്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, 90ാമത്തെ ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് ഏറ്റവും അനുയോജ്യമായ സമീപനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കുഞ്ഞുങ്ങളെ അവരുടെ പരിമിതികളെ കുറിച്ച് ഓർമ്മിപ്പിക്കുക. കുട്ടികൾക്കായി എപ്പോഴും പ്രത്യേക ക്ലാസ് നൽകുക. സി, കുട്ടികൾക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്ന രീതിയിൽ അനുരൂപീകരണം നടത്തണം.
ഡി അവരോട് സഹതാപത്തോടെ പെരുമാറണം. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ സി ആണ്. കുട്ടികൾക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്ന രീതിയിൽ അനുരൂപീകരണം നടത്തണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. ഭാഷയും ചിന്തയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന നിലപാട് മുന്നോട്ട് വെച്ചത് ആരാണ്? ഭാഷയും ചിന്തയും പരസ്പരം സ്വാധീനിക്കുന്നുണ്ട് എന്ന നിലപാട് മുന്നോട്ട് വെച്ചത് വൈഗോട്സ്കി ആണ്. ഇതും റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം. അങ്കണ തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴ്കെ അമ്മ തൻ നേത്രത്തിൽ നിന്നുതിർന്നു ചുടു കണ്ണീർ. ഈ വരിയുടെ സമാനമായ താളമുള്ള വരികൾ കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. തോളത്ത് കനം തൂങ്ങും വണ്ടിതൻ തണ്ടും പേറി കളകൾ മന്ദം മന്ദം ഇഴഞ്ഞു നീങ്ങുമ്പോൾ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 93ാമത്തെ ചോദ്യം ഇതാണ്. ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസത്തിനായി ഭാഷാ ക്ലാസ്സിൽ നൽകുന്നതിന് ഏറ്റവും യോജിച്ച പ്രവർത്തനം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: സെമിനാർ, അഭിമുഖം, ജേണലുകൾ തയ്യാറാക്കൽ, നാടകാവിഷ്കാരം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? നാടകാവിഷ്കാരമാണ്. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ പറയുന്നവയിൽ ഡിസ്ഗ്രാഫിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവന ഏതാണെന്ന് നോക്കാം. 1. പദങ്ങൾ എഴുതുമ്പോൾ അക്ഷരം തിരിഞ്ഞു പോകുന്നു. 2. ചിഹ്നങ്ങൾ മാറിപ്പോകുന്നു. ഇവ രണ്ടും എന്ത് തന്നെയാണ്? ഡിസ്ഗ്രാഫിയയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. അധ്യാപകൻ പാഠാസൂത്രണത്തിനായി പ്രയോജനപ്പെടുത്തേണ്ട വിലയിരുത്തൽ തലം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ആത്യന്തിക മൂല്യനിർണ്ണയം, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തിനൊപ്പമുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തൽ. അടുത്ത ചോദ്യം നോക്കാം. കുട്ടിയെ അറിയുക, ആസൂത്രണത്തോടെ പിന്തുണയ്ക്കുക, കുട്ടിയെ വളർത്തുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പോർട്ടലിന്റെ പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സഹിതം പോർട്ടലാണ്. സഹിതം. അടുത്ത ചോദ്യം ഇതാണ്. കവിത ചൊല്ലുന്നതിനൊപ്പം ദൃശ്യാനുഭവമാക്കി അവതരിപ്പിക്കുന്നതിന് പറയുന്ന പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: കാവ്യക്കേളി, ചൊൽക്കാഴ്ച, അക്ഷരശ്ലോകം, കവിയരങ്ങ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ചൊൽക്കാഴ്ചയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. 2021 വയലാർ അവാർഡ് ലഭിച്ച മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നോവലാണ് മാന്തളിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അടുത്ത ചോദ്യം ഇതാണ്. ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? ഉൾച്ചേർന്ന വിദ്യാഭ്യാസം എന്നാൽ എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്, ഭിന്നശേഷിക്കാർക്ക് മുഖ്യധാരാ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ് ഉൾച്ചേർന്ന വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, 100ാമത്തെ ചോദ്യം ഇതാണ്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെ കുറുങ്കവിതകളുടെ രൂപത്തിൽ അവതരിപ്പിച്ച മഹാഭാരതം വ്യാസന്റെ സസ്യശാല എന്ന കൃതി രചിച്ചത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം കുരീപ്പുഴ ശ്രീകുമാറാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായ പദം ഏത്? പ്രയോജക ക്രിയയ്ക്ക് ഉദാഹരണമായ പദം ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്, ഓടിക്കുന്നു എന്നുള്ളതാണ്. ഓടിക്കുന്നു. 102ാമത്തെ ചോദ്യം ഇതാണ്. ഇവിടത്തെ കൃഷിവേല കുടുംബങ്ങളിൽ എന്നും പൊൻനാണയങ്ങൾക്ക് പഞ്ഞമാണ്. ഇവിടത്തെ പൊൻനാണയങ്ങൾ എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹാർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ തന്നെയാണ്, പൊന്നുകൊണ്ടുള്ള നാണയമാണ് പൊൻനാണയമായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ചോദ്യം, 103ാമത്തെ ചോദ്യം. കുട്ടികളിൽ ലേഖന നൈപുണ്യം വളർത്താൻ ഏറ്റവും യോജിച്ച രീതി ഏതാണ്? കുട്ടികളിൽ ലേഖന നൈപുണ്യം വളർത്താൻ ഏറ്റവും യോജിച്ച രീതി ഇവിടെ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ നോക്കാം. നിരന്തരം കേട്ടെഴുത്തുകൾ നൽകുക, ബി ടീച്ചർ വേർഷൻ പകർത്തി എഴുതി പഠിക്കുക, സി സ്വതന്ത്ര സർഗാത്മക രചനകളിൽ ഏർപ്പെടാൻ അവസരം നൽകുക, ഡി പാഠപുസ്തകത്തിലെ രചനാഭാഗങ്ങൾ ആവർത്തിച്ച് എഴുതുക എന്നുള്ളതാണ്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്, സ്വതന്ത്ര സർഗാത്മക രചനകളിൽ ഏർപ്പെടാൻ അവസരം നൽകുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, 104ാമത്തെ ചോദ്യം. പ്രൈമറി ക്ലാസ്സിൽ കവിതയുടെ ആശയഗ്രഹണത്തിൽ പ്രയാസം നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിന് ഏറ്റവും യോജിച്ച രീതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. എ കുട്ടികൾക്ക് അധ്യാപിക ആശയം വിശദീകരിച്ചു കൊടുക്കുന്നു, ബി കുട്ടികളോട് ടീച്ചർ വേർഷൻ വായിച്ചു പഠിക്കാൻ നിർദ്ദേശിക്കുന്നു, സി അവർക്ക് ആശയ വിശകലനത്തിന് ഉതകുന്ന ലഘു ചോദ്യങ്ങൾ നൽകുന്നു, ഡി പരിമിതിയുള്ള കുട്ടികളെ പ്രസ്തുത പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അവർക്ക് ആശയ വിശകലനത്തിന് ഉതകുന്ന ലഘു ചോദ്യങ്ങൾ നൽകുന്നു.
അടുത്ത ചോദ്യം നോക്കാം. 105. ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യം ഏത്? ചുവടെ നൽകിയവയിൽ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ വാക്യം ഓപ്ഷൻ ഡി ആണ്. ഒരു വസ്തുവിന്റെ ബാഹ്യ രൂപത്തിൽ ഭ്രമിച്ച് അതിന്റെ മൂല്യനിർണ്ണയം ചെയ്യുന്നത് അപകടമാണ് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ചുവടെ പിരിച്ചെഴുതിയവയിൽ തെറ്റായത് ഏത്? ഇവിടെ പിരിച്ചെഴുതിയവയിൽ തെറ്റായത് ഏതാണ്? n+100 800 എന്ന് പറയുന്നത് തെറ്റാണ്. n+100 800 എന്ന് പറയുന്നതാണ് തെറ്റ്. ഓപ്ഷൻ സി ആണ് തെറ്റ്. അടുത്ത ചോദ്യം 107ാമത്തെ ചോദ്യം ഇതാണ്. ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികാസ തകരാർ മൂലമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഡാഷ്. എന്താണ്? ഓട്ടിസം ആണ്. ബ്രെയിനിലെ ന്യൂറോണുകളുടെ വികാസ തകരാർ മൂലമുണ്ടാകുന്ന അവസ്ഥ ഓട്ടിസം ആണ്. അടുത്ത ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ വായനാ വൈകല്യം ഡിസ്ലെക്സിയയുടെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, അർത്ഥബോധത്തോടെ വായിക്കാൻ കഴിയുന്നില്ല. ബി, വായിക്കുമ്പോൾ അക്ഷരം മാറിപ്പോകുന്നു. സി, വായിക്കുമ്പോൾ വാക്കുകളോ വരികൾ തന്നെയോ വിട്ടുപോകുന്നു. ഡി, മുകളിലെ പ്രസ്താവനകളെല്ലാം ശരിയാണ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിലെ പ്രസ്താവനകളെല്ലാം ശരി തന്നെയാണ്. അടുത്ത ചോദ്യം. പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് എക്കാലവും ഭരിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ട. ഈ വാക്യത്തിൽ കണ്ണിൽ പൊടിയിടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? കണ്ണിൽ പൊടിയിടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. കബളിപ്പിക്കുക എന്നുള്ളതാണ്. കണ്ണിൽ പൊടിയിടുക, കബളിപ്പിക്കുക. അടുത്ത ചോദ്യം 111ാമത്തെ ചോദ്യമാണ്. ചുവടെ നൽകിയവയിൽ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വേണ്ടി പഠന സാമഗ്രികളിൽ വരുത്തുന്ന അനുരൂപീകരണത്തിന് ഉദാഹരണമായത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് എ, റാമ്പുകളും റെയിലുകളും സ്ഥാപിക്കുന്നു. ബി, ലാർജ് പ്രിന്റഡ് ടെക്സ്റ്റുകൾ ലഭ്യമാക്കുന്നു. സി, നൂതനമായ ശ്രവണ സഹായികൾ നൽകുന്നു. ഡി, പ്രത്യേക ടീച്ചിങ് മാനുവൽ തയ്യാറാക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ലാർജ് പ്രിന്റ് ടെക്സ്റ്റുകൾ ലഭ്യമാക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 102ാമത്തെ ചോദ്യം. ഭാഷാ ക്ലാസ്സിൽ വാക്യതലത്തിലെ എഡിറ്റിംഗിൽ മുഖ്യ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്. വാക്യഘടനയിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് പരിഹരിക്കുന്നതിനാണ്. അടുത്ത ചോദ്യം നോക്കാം. 103ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഭാഷാ പഠനത്തെ സംബന്ധിച്ച ആധുനിക കാഴ്ചപ്പാടിന് യോജിക്കുന്ന പ്രസ്താവന ഏത്? യോജിക്കുന്ന പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. ഓരോ പ്രസ്താവന നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. ഒറ്റപ്പെട്ട അക്ഷരങ്ങൾ പഠിക്കുന്നത് സങ്കീർണമായ പ്രക്രിയയാണ്. പ്രസ്താവന 2, കോപ്പി എഴുത്ത്, പകർത്തിയെഴുത്ത് തുടങ്ങിയ യാന്ത്രിക പ്രവർത്തനങ്ങൾ ഭാഷാ നൈപുണികൾ നേരിടുന്നതിന് സഹായകമാവുന്നില്ല എന്നുള്ളത്. ഇവിടെ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 114ാമത്തെ ചോദ്യം ഇതാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ. ഇത് ആരുടെ വരികളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. എൻ കക്കാടിന്റെ വരികളാണ്. എത്ര കൊഴുത്ത ചവർപ്പ് കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ എന്നുള്ളത്. അടുത്ത ചോദ്യം 115ാമത്തെ ചോദ്യം. ലോവർ പ്രൈമറി ക്ലാസ്സിൽ ശരീരചലനപരമായ ബുദ്ധിയുടെ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, നാടകം. ബി, ഫീൽഡ് സ്റ്റഡി. സി, പ്രൊജക്ട്. ഡി, പഴഞ്ചൊൽപ്പാട്ട്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നാടകമാണ് ശരിയായ ഉത്തരം. 116ാമത്തെ ചോദ്യം ഇതാണ്. വിദ്യാലയത്തിലെ സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത ഒരു പ്രവർത്തനം ഇതിലേത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: മഴപ്പതിപ്പ് പ്രദർശനം. ബി, കഥ പറയൽ. സി, രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണം. ഡി, കവിതാലാപനം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി തന്നെയാണ്. രക്ഷിതാക്കളിൽ നിന്നുള്ള വിവരശേഖരണമാണ് സർഗവേളയിൽ ഉൾപ്പെടുത്താൻ കഴിയാത്ത പ്രവർത്തനം. അടുത്ത ചോദ്യം 117ാമത്തെ ചോദ്യം. ജാതി വർഗ പാരമ്പര്യം അവകാശപ്പെടുന്ന പാട്ടുകൾക്ക് പറയുന്ന പേര് എന്താണ്? സാമുദായിക പാട്ടുകളാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 118ാമത്തെ ചോദ്യം. ആചാരാനുഷ്ഠാനങ്ങൾ എന്ന സമസ്ത പദം വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്ന ഘടകപദങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ആചാരാനുഷ്ഠാനങ്ങളെ എങ്ങനെ വിഗ്രഹിക്കാം നോക്കാം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. 108ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും. അടുത്ത ചോദ്യം. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഈ വാക്യത്തിൽ അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ്? അളമുട്ടുക എന്ന പ്രയോഗം അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം എന്താണ്? ഗദ്യന്തരമില്ലാതെ. അളമുട്ടുക ഗദ്യന്തരമില്ലാതെ. അടുത്ത ചോദ്യം 120ാമത്തെ ചോദ്യം. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന്
വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ്? പുതുമലയാൺമദൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം എഴുത്തച്ഛനാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 121ാമത്തെ ചോദ്യം, കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ്. ഇവിടെ ഓപ്ഷൻ തന്നിട്ടുള്ളത് ചെണ്ട, ശുദ്ധമദ്ദളം, തിമില, ചേങ്ങില എന്ന് പറയുന്നത്. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, തിമിലയാണ് കഥകളി വാദ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം നോക്കാം. 122ാമത്തെ ചോദ്യം, ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഏത്? ആസ്വാദനക്കുറിപ്പിന്റെ വിലയിരുത്തൽ സൂചകമായി പരിഗണിക്കാവുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ചർച്ചയിലെ പങ്കാളിത്തം, ഉച്ചാരണ ശുദ്ധി, അക്ഷര വടിവ്, സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ്, സവിശേഷ പ്രയോഗങ്ങൾ തിരിച്ചറിയൽ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പഠനത്തെ സജീവ പ്രക്രിയയായും അറിവിന്റെ നിർമ്മാണമായും വീക്ഷിക്കുന്ന മനഃശാസ്ത്ര സിദ്ധാന്തം ഏതാണ്? ഓപ്ഷൻസ്: വ്യവഹാരവാദം, ഘടനാവാദം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തം, അതുപോലെ ജ്ഞാനനിർമ്മിതിവാദം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, ജ്ഞാനനിർമ്മിതിവാദം. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം 124ാമത്തെ ചോദ്യം ഇതാണ്, വികാര വിരേചനത്തിലൂടെ വിമലീകരണം സംഭവിക്കുന്നു എന്ന് പറഞ്ഞ ചിന്തകൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അരിസ്റ്റോട്ടിലാണ്, അരിസ്റ്റോട്ടിൽ. അടുത്ത ചോദ്യം ഇതാണ്, യോഗ്യനെന്ന് നടിക്കുക എന്ന ആശയം ലഭിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശൈലി ഏതാണ്? യോഗ്യനെന്ന് നടിക്കുക എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ്, നല്ല പിള്ള ചമയുക, നല്ല പിള്ള ചമയുക. അടുത്ത ചോദ്യം, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന വരികൾ ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചങ്ങമ്പുഴയാണ്, ചങ്ങമ്പുഴയുടെ വരികളാണിവ. 127ാമത്തെ ചോദ്യം ഇതാണ്, സമഗ്ര ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ഘടകങ്ങളിലേക്ക് എന്ന സമീപനത്തിന് ഉദാഹരണം ഏതാണ്? സമഗ്ര ഘടകങ്ങളിൽ നിന്ന് ലളിതമായ ഘടകങ്ങളിലേക്ക്. എന്താണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്. ആദ്യം വാക്യം, വാക്ക്, അക്ഷരം. വാക്യം, വാക്ക്, അക്ഷരം. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 128ാമത്തെ ചോദ്യം, ആശയ സ്വീകരണത്തിന് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി ഏതാണ്? ആശയ സ്വീകരണത്തിന് കുട്ടി പ്രയോജനപ്പെടുത്തുന്ന ഭാഷാശേഷി. ഓപ്ഷൻസ്: വിമർശനം, ലേഖനം, ശ്രവണം, ഭാഷണം എന്നുള്ളതാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രവണമാണ്, ശ്രവണമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 129ാമത്തെ ചോദ്യം, എംബോസ്ഡ് മാപ്പിന്റെ സഹായം പഠനത്തിന് ആവശ്യമായി വരുന്നത് ഏത് വിഭാഗം കുട്ടികൾക്കാണ്? എംബോസ്ഡ് മാപ്പിന്റെ സഹായമാണ് ഏത് വിഭാഗം കുട്ടികൾക്കാണ് ആവശ്യം? ഓപ്ഷൻ എ കാഴ്ച പരിമിതിയുള്ളവർ, ബി സംസാര പരിമിതിയുള്ളവർ, സി ശ്രദ്ധാ പരിമിതിയുള്ളവർ, ഡി ഓട്ടിസം ബാധിച്ചവർ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കാഴ്ച പരിമിതി ഉള്ളവർക്കാണ് എംബോസ്ഡ് മാപ്പിന്റെ ആവശ്യം. അടുത്ത ചോദ്യം 130ാമത്തെ ചോദ്യം, ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏതാണ്? ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ്: ഗ്രാഫ് വായന, കേട്ടെഴുത്ത്, മനോഭൂപട നിർമ്മാണം, എഡിറ്റിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എഡിറ്റിംഗ് ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 131, പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നതിന് പറയുന്ന പേരെന്താണ്? പദങ്ങൾ തമ്മിൽ ചേരുമ്പോൾ വർണ്ണം ഇരട്ടിക്കുന്നത് ഓപ്ഷൻ ബി ആണ്, ദ്വിത്വസന്ധി. ദ്വിത്വസന്ധിയാണ് വർണ്ണം ഇരട്ടിക്കുന്നത്. അടുത്ത ചോദ്യം, പണത്തിനുമീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? പണത്തിനുമീതെ പരുന്തും പറക്കില്ല എന്ന ചൊല്ലിന് അർത്ഥമാക്കുന്നത് ഏതാണ്? ഏതിനും മീതെയാണ് പണം. ഏതിനും മീതെയാണ് പണം. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 133ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഒരേ അർത്ഥത്തിലുള്ള പദജോഡികൾ കണ്ടെത്തുക. ഒരേ അർത്ഥത്തിലുള്ള പദജോഡികൾ ഏതൊക്കെയാണ് ഇവയിൽ? ഓപ്ഷൻ സി ആണ്, മുകിൽ, മേഘം. മുകിൽ, മേഘമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 134, പൂജക ബഹുവചനം സൂചിപ്പിക്കുന്ന പദം ഏത്? പൂജക ബഹുവചനം ഇവയിലേത് എന്നുള്ളതാണ്. പൂജക ബഹുവചനം ഇവയിലേതാണ്? ഓപ്ഷൻ എ ആണ്, വൈദ്യർ ആണ്, വൈദ്യർ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി ഏതാണ്? ഓപ്ഷൻ: രാമായണം കിളിപ്പാട്ട്, കൃഷ്ണഗാഥ, രാമചരിതം, ഉമാകേരളം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കൃഷ്ണഗാഥയാണ് മഞ്ചരി വൃത്തത്തിൽ എഴുതപ്പെട്ട കൃതി. 136ാമത്തെ ചോദ്യം, ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏത്? ഘടകപദങ്ങൾക്ക് തുല്യ പ്രാധാന്യം വരുന്ന സമാസം ഏത്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി തന്നെയാണ്, ദ്വന്ദ്വസമാസം. ദ്വന്ദ്വസമാസം. അടുത്ത ചോദ്യം 137ാമത്തെ ചോദ്യം, വിദ്യാലയത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പാഠ്യപദ്ധതി വിനിമയത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രം എന്താണ്? ഓപ്ഷൻസ്: പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം ചെയ്യാൻ,
ബി പരീക്ഷയ്ക്ക് അധിക സമയം നൽകൽ, സി പ്രത്യേക സ്കൂളിൽ വിദ്യാഭ്യാസം നൽകൽ, ഡി അനൗപചാരിക വിദ്യാഭ്യാസം നൽകൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം ചെയ്യൽ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കാം. 138ാമത്തെ ചോദ്യം. ചിന്തയുടെ സംഘാടനത്തിനുള്ള ഉപകരണമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇവിടെ ശരിയായ ഉത്തരം ആരാണ്? ഓപ്ഷൻ എ തന്നെയാണ്, വൈഗോട്സ്കി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 139ാമത്തെ ചോദ്യം. അക്ഷരങ്ങൾ കണ്ണാടിയിൽ എന്ന പോലെ തിരിഞ്ഞു പോവുക എന്നത് ഏതുതരം വൈകല്യത്തിന്റെ പ്രശ്നമാണ്? ഓപ്ഷൻസ്: ലേഖന വൈകല്യം, സവിശേഷ പഠന വൈകല്യം, ബുദ്ധി വൈകല്യം, വായനാ വൈകല്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ലേഖന വൈകല്യം. അടുത്ത ചോദ്യം 140ാമത്തെ ചോദ്യം. കവിതാ ബോധനത്തിന്റെ ഉദ്ദേശങ്ങളിൽ അധികം പ്രസക്തമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വൈജ്ഞാനിക വികാസം സംഭവിക്കുക, ബി വികാര സമീകരണ സന്ദർഭങ്ങൾ ഒരുക്കുക, സി സൗന്ദര്യാസ്വാദന ശേഷി വർദ്ധിപ്പിക്കുക, ഡി സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, വൈജ്ഞാനിക വികാസം സംഭവിക്കുക. അടുത്ത ചോദ്യം 141ാമത്തെ ചോദ്യം ഇതാണ്. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികൾക്കായി പ്രസിദ്ധീകരിക്കുന്ന മാസിക, നമുക്കറിയാം, നമ്മളത് പഠിച്ചതാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, തളിരാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. അച്ഛനും മകളും എന്ന കൃതിയിൽ പ്രകീർത്തിക്കപ്പെടുന്ന അച്ഛൻ ആരാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വിശ്വാമിത്രനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 143ാമത്തെ ചോദ്യം. കതിരിനു വളം വയ്ക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം ഏതാണ്? കതിരിനു വളം വയ്ക്കുക എന്ന ശൈലി ശരിയായി പ്രയോഗിച്ചിരിക്കുന്നത് ഏതിലാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പരീക്ഷ ആരംഭിച്ച ശേഷമുള്ള വിമലിന്റെ പഠനം കതിരിന് വളം വെച്ചതുപോലെയായി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 144ാമത്തെ ചോദ്യം. 1-2 ക്ലാസ്സുകളിലെ ഭാഷാ പഠന സമീപനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഉദ്ഗ്രഥിത സമീപനമാണ്. അടുത്ത ചോദ്യം. കുഴി വെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്കു നമ്മൾ എന്നത് ആരുടെ വരികളാണ്? ഇത് ആരുടെ വരികളാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വരികളാണ്. അടുത്ത ചോദ്യം 146ാമത്തെ ചോദ്യം. തിരുവോണം ഇത് ഏത് സന്ധിക്ക് ഉദാഹരണമാണ്? ഓപ്ഷൻ ഡി ആഗമസന്ധിക്കാണ് ഉദാഹരണം. അടുത്ത ചോദ്യം. ദീപാളി കുളിക്കുക എന്ന ശൈലിയുടെ ശരിയായ വ്യാഖ്യാനം ഏതാണ്? ദീപാളി കുളിക്കുക എന്നാൽ അനാവശ്യ ചെലവ് ചെയ്ത് നശിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. ഭാഷാ പഠനത്തിൽ കുട്ടികൾക്ക് വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗമാണ്. ഓപ്ഷൻസ്: ലിസണിംഗ്, അന്വേഷണാത്മക രീതി, അപഗ്രഥന രീതി, എഡിറ്റിംഗ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എഡിറ്റിംഗ് ആണ്. അടുത്ത ചോദ്യം 149ാമത്തെ ചോദ്യം. വെള്ളം പോകുക വഴിയേ മീനും എന്ന പഴഞ്ചൊല്ലിലൂടെ വ്യക്തമാകുന്ന ആശയം എന്താണ്? വെള്ളം പോകുക വഴിയേ മീനും. ഇതിന്റെ ശരിയായ ആശയം എന്ന് പറയുന്നത് ബി ആണ്, സംരക്ഷകരുടെ പിന്നാലെ ആശ്രിതരും. അടുത്ത ചോദ്യം 150ാമത്തെ ചോദ്യം ഇതാണ്. അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം എന്ന പഴഞ്ചൊല്ല് വ്യാഖ്യാനിച്ചാൽ ലഭിക്കുന്ന ആശയം ഏതാണ്? അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വന്തം കാര്യം മാത്രം ഭദ്രമാക്കുന്ന മനോഭാവമാണ് അക്കരെ ചെല്ലണം തോണിയും മുങ്ങണം. അടുത്ത ചോദ്യം 151ാമത്തെ ചോദ്യം ഇതാണ്. ശരാശരിയോ അതിൽ കൂടുതലോ ബുദ്ധിവൈഭവം ഉണ്ടായിട്ടും പഠനത്തിന്റെ ഒരു മേഖലയിലോ ഒന്നിലധികം മേഖലകളിലോ സമപ്രായക്കാരെക്കാൾ പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയെ പറയുന്ന പേര് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പഠന വൈകല്യമാണ്. അടുത്ത ചോദ്യം 152ാമത്തെ ചോദ്യം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2020 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കായിരുന്നു? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സക്കറിയയ്ക്കാണ് 2020 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം 153ാമത്തെ ചോദ്യം. ദൃശ്യ സ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് നൽകാവുന്ന ഒരു ഭാഷാ പഠന പ്രവർത്തനം ഏതാണ്? ദൃശ്യ സ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് ഓപ്ഷൻസ്: കടങ്കഥ പയറ്റ്, ബി നാടകാവതരണം, സി മൗന വായന, ഡി വായിച്ചു കേൾപ്പിക്കൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, നാടകാവതരണമാണ് ദൃശ്യ സ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് നൽകാവുന്ന ഒരു പ്രവർത്തനം.
അടുത്ത ചോദ്യം നേരത്തെ പഠിച്ച ചോദ്യം തന്നെയാണ്. എംബോസ്ഡ് മാപ്പിന്റെ സഹായം പഠനത്തിന് ആവശ്യമായി വരുന്നത് ഏത് വിഭാഗം കുട്ടികൾക്കാണ്? എംബോസ്ഡ് മാപ്പിന്റെ സഹായം ആർക്കാണ് ആവശ്യമുള്ളത്? ഓപ്ഷൻ ഡി ആണ്. കാഴ്ച പരിമിതി ഉള്ളവർക്കാണ് എംബോസ്ഡ് മാപ്പിന്റെ ആവശ്യം വരുന്നത്. 115ാമത്തെ ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്ക് ഏത്? ശരിയായി എഴുതിയ വാക്ക് ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ്. സ്രഷ്ടാവാണ് ശരിയായ ഉത്തരം. സ്രഷ്ടാവ്. അടുത്ത ചോദ്യം 156ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ ലോവർ പ്രൈമറി ക്ലാസ്സിലെ ഭാഷാ പഠന പ്രക്രിയയിൽ താരതമ്യേന പ്രസക്തമല്ലാത്തത് ഏത്? പ്രസക്തം അല്ലാത്തതാണ് ചോദിച്ചത് ഓർക്കുക. ഓപ്ഷൻസ്: കഥാകഥനം, കാവ്യാലാപനം എന്നിവയ്ക്ക് അവസരം നൽകണം. സി. അഭിനയം തുടങ്ങിയ സർഗാത്മക പ്രകടനങ്ങൾക്ക് ഇടമുണ്ട്. ഡി. ആവർത്തനത്തിനും പ്രബലനത്തിനും പ്രാധാന്യം നൽകണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ആവർത്തനത്തിനും പ്രബലനത്തിനും പ്രാധാന്യം നൽകണമെന്നുള്ളതാണ് പ്രസക്തമല്ലാത്തത്. അടുത്ത ചോദ്യം 157ാമത്തെ ചോദ്യം. ചുവടെ പിരിച്ചെഴുതിയവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത്. ശരിയായ ഉത്തരം ഇവിടെ വരുന്നത് കയ്യകലം. കയ്യകലം, കൈ പ്ലസ് അകലമാണ് കയ്യകലം എന്ന് പറയുന്നത്. യ അല്ല, യ ആണ്. അടുത്ത ചോദ്യം 158. കവിതയുടെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുള്ള പ്രവർത്തനം നടത്തുമ്പോൾ കേൾവി പരിമിതിയുള്ള കുട്ടികൾക്ക് ആശയം, വർണ്ണന എന്നിവ ഉൾക്കൊള്ളുന്നതിന് പ്രയോജനപ്പെടുത്താവുന്ന ഏറ്റവും നല്ല മാർഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. എ. ഉചിതമായ വീഡിയോ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക. ബി. ടീച്ചർ കവിത ഈണത്തിൽ ചൊല്ലിക്കൊടുക്കുക. സി. കവിതയുടെ ആശയം ടീച്ചർ വിശദീകരിക്കുക. ഡി. ലഘു ചോദ്യങ്ങൾ ഉന്നയിച്ച് വിശദീകരിക്കുക. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഉചിതമായ വീഡിയോ ചിത്രങ്ങൾ എന്നിവ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 159ാമത്തെ ചോദ്യം. ക്ലാസ്സിൽ നടപ്പിലാക്കിയ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ലഭിച്ച തിരിച്ചറിവുകൾ അടിസ്ഥാനമാക്കി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. പ്രതിഫലന കുറിപ്പാണ്. അടുത്ത ചോദ്യം 160ാമത്തെ ചോദ്യം. പ്രാഥമിക ക്ലാസ്സുകളിലെ ഭാഷാനുഭവങ്ങൾ കുട്ടിയുടെ മനസ്സിൽ തങ്ങി നിൽക്കണമെങ്കിൽ അധ്യാപികയുടെ അവതരണത്തിൽ ഉണ്ടാകേണ്ട ഗുണങ്ങളിൽ പെടാത്തത് ഏത്? ഗുണങ്ങളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ. ജിജ്ഞാസ ഉണർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. ബി. ഭാവന ഉണർത്തുന്ന ഉള്ളടക്കം ഉണ്ടാകണം. സി. ചിന്താദീപകമായ ചോദ്യങ്ങൾ ഉന്നയിക്കണം. ഡി. എല്ലാ അറിവും പഠിതാവിലേക്ക് പകരാൻ കഴിയണം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്. എല്ലാ അറിവും പഠിതാവിലേക്ക് പകരാൻ കഴിയണം എന്നുള്ളതാണ് ഗുണങ്ങളിൽ പെടാത്തത്. 61ാമത്തെ ചോദ്യം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഒരു എന്ന വിശേഷണം നിന്ദാ സൂചകമായി വരുന്ന വാക്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അയാളും ഒരു പണ്ഡിതൻ. അയാളും ഒരു പണ്ഡിതൻ. 162ാമത്തെ ചോദ്യം ഇതാണ്. സർവഭാഷാ വ്യാകരണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? സർവഭാഷാ വ്യാകരണത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് എന്ന് ചോദിച്ചാൽ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നോം ചോംസ്കി ആണ്. അടുത്ത ചോദ്യം 163ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായ ജോഡി കണ്ടെത്താനാണ്. ശരിയായ ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാട്ടബാക്കി നാടകം. പാട്ടബാക്കി നാടകം എന്നതാണ് ശരിയായ ജോഡി. 164ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വാക്യം ഏത്? ഇവിടെ ശരിയായ വാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഗദ്യരചനയിൽ പ്രാസം ഒഴിവാക്കണമെന്ന് പലരും പറയാറുണ്ട്. ഗദ്യരചനയിൽ പ്രാസം ഒഴിവാക്കണമെന്ന് പലരും പറയാറുണ്ട്. അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 165ാമത്തെ ചോദ്യം. കടുത്ത ഭാഷാ വൈകല്യമുള്ള കുട്ടികൾക്ക് വാചിക പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തം നൽകുന്നതിന് സ്വീകരിക്കാവുന്ന ശരിയായ മാർഗം ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ. നിർബന്ധിച്ച് പറയിക്കുക. ബി. പഠന സാമഗ്രികളിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. സി. ശ്രവണ സഹായികൾ ലഭ്യമാക്കുക. ഡി. എഴുതി പ്രകടിപ്പിക്കാൻ അവസരം നൽകുക. ശരിയായ ഉത്തരം ഇവിടെ ഓപ്ഷൻ ഡി ആണ്. എഴുതി പ്രകടിപ്പിക്കാൻ അവസരം നൽകുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 166ാമത്തെ ചോദ്യം. ഭാഷാ പ്രൊജക്ട് പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് അവതരണ ഘട്ടത്തിൽ വിലയിരുത്തേണ്ട ശേഷികളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. ഉള്ളടക്കപരമായ ധാരണയും ആശയവിനിമയ ശേഷിയും. ബി. കണ്ടെത്തലുകളെ തെളിവുകളുടെ പിൻബലത്തോടെ സാധൂകരിക്കാനുള്ള ശേഷി. സി. ഉചിതമായ പഠന രീതി നിശ്ചയിക്കാനുള്ള കഴിവ്. ഡി. പങ്കാളികളുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും തൃപ്തികരമായ വിശദീകരണം നൽകാനുള്ള കഴിവ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഉചിതമായ പഠന രീതി നിശ്ചയിക്കാനുള്ള കഴിവ്.
അടുത്ത ചോദ്യം 167 ചോദ്യം. ആരെയും വിശ്വാസത്തിലെടുക്കാനാവാത്ത അവസ്ഥ എന്ന അർത്ഥത്തിലുള്ള ശൈലി ഏതാണ്? ആരെയും വിശ്വാസത്തിലെടുക്കാനാവാത്ത അവസ്ഥ ഇതിലേതാണ്? ഓപ്ഷൻ ബി ആണ് ചുവർ പോലും ശത്രുവാവുക. ചുവർ പോലും ശത്രുവാവുക. അടുത്ത ചോദ്യം 168 ചോദ്യം ഇതാണ്. പട്ടുകിടക്ക മേലെ കിടക്കുന്ന നീ പട്ടുകിടക്കുമാറായിതാ ചോരയിൽ. പട്ടുകിടക്കുമാറായിതാ ചോരയിൽ. അടിവരയിട്ട പ്രയോഗത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ്? പട്ടുകിടക്കുമാറായിത എന്നതിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, അന്ത്യനിദ്ര കൊള്ളുക എന്നുള്ളതാണ്. അന്ത്യനിദ്ര കൊള്ളുക. ചോദ്യം ഇതാണ്. അംഗവും കാണാം താളിയും ഒടിക്കാം, ഈ പഴഞ്ചൊല്ലിന്റെ ആശയം എന്ത്? അംഗവും കാണാം താളിയും ഒടിക്കാം എന്നതിന്റെ ആശയം എന്താണ്? ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. രണ്ടു കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക. അടുത്ത ചോദ്യം 170 ചോദ്യം ഇതാണ്. ബഹുമുഖ ബുദ്ധി വികാസത്തിന് യോജിച്ച ക്ലാസ് റൂം പ്രവർത്തനം ഏത്? ബഹുമുഖ ബുദ്ധി വികാസത്തിന് യോജിച്ച ക്ലാസ് റൂം പ്രവർത്തനം ഇതിലേത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പാഠഭാഗം കവിത, ചിത്രം, നാടകം തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കാൻ അവസരം നൽകുന്നു. ബി അധ്യാപിക പാഠഭാഗങ്ങൾ സൂക്ഷ്മമായി ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു. സി ഭൗതിക പരിമിതിയുള്ള കുട്ടികൾക്കായി പ്രത്യേക കോച്ചിങ് നൽകുന്നു. ഡി പാഠഭാഗങ്ങൾ പ്രഭാഷണ രീതിയിൽ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. പാഠഭാഗം കവിത, ചിത്രം, നാടകം തുടങ്ങിയ വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കാൻ അവസരം നൽകുന്നു എന്നുള്ളതാണ് ശരിയായ ഉത്തരം. 171 ചോദ്യം ഇതാണ്. ഭാഷാ പഠനത്തിൽ കുട്ടികൾ വരുത്തുന്ന തെറ്റുകൾ തിരുത്തുന്നതിനുള്ള സൃഷ്ടിപരമായ മാർഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ ബി ആണ്, എഡിറ്റിംഗ് ആണ് ശരിയായ ഉത്തരം. ഇത് റിപ്പീറ്റ് ചെയ്ത് വന്ന ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ചോദ്യം 172 ചോദ്യം. ഉപജീവന മാർഗം മുട്ടുക എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ്? ഉപജീവന മാർഗം മുട്ടുക എന്ന അർത്ഥമുള്ള ശൈലി ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. കഞ്ഞിയിൽ പാറ്റ വീഴുക. കഞ്ഞിയിൽ പാറ്റ വീഴുക. 173 ചോദ്യം ഇതാണ്. കൈത്താങ് നൽകൽ സംബന്ധിച്ച ചുവടെയുള്ള പ്രസ്താവനകൾ വിലയിരുത്തി ശരിയായ ഉത്തരം കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. കൈത്താങ് നൽകൽ വിദ്യാഭ്യാസത്തിലെ സാമൂഹിക നീതി നടപ്പിലാക്കുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്. രണ്ടാമത്തെ പ്രസ്താവന ഇതാണ്. ഓരോ കുട്ടിക്കും അവളുടെ അല്ലെങ്കിൽ അവന്റെ പരമാവധി ഉയർന്ന നിലവാരത്തിൽ എത്തുന്നതിന് വേണ്ടി നൽകുന്ന സഹായമാണ് എന്ന് പറയുന്നു. ഇവിടെ ഈ രണ്ട് പ്രസ്താവനകളും എന്താണ്? ശരിയാണ്. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ളതാണ്. 174 ചോദ്യം ഇതാണ്. തുങ്കമാം മീന ചൂട്ടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക സ്വർണമായി തീരും മുമ്പേ. അടിവരയിട്ട പദത്തിന്റെ, അതായത് മരതക എന്ന പദത്തിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, കഠിനമായ എന്നുള്ളതാണ്. കഠിനമായ ആണ് ഇവിടുത്തെ മരതക എന്ന വാക്കിന്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം. അടുത്ത ചോദ്യം 175 ചോദ്യം. താഴെ പറയുന്നവയിൽ ബുദ്ധിപരമായ വൈകല്യങ്ങൾ നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് അനുകൂലമല്ലാത്ത സമീപനം ഏത്? അനുകൂലം അല്ലാത്ത സമീപനമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുന്ന ലളിതമായ ഭാഷ ഉപയോഗിക്കണം. ബി എപ്പോഴും സഹതാപത്തോടെ പെരുമാറി ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം. സി കുട്ടികൾക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്ന രീതിയിൽ പ്രവർത്തനം ചിട്ടപ്പെടുത്തണം. ഡി കുട്ടികൾക്ക് സ്വയം ചെയ്തു പഠിക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യണം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. എപ്പോഴും സഹതാപത്തോടെ പെരുമാറി ഇവരെ ഉയർത്തിക്കൊണ്ടുവരണം എന്ന ഓപ്ഷനാണ് ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ പഠന പുരോഗതിക്ക് അനുകൂലം അല്ലാത്ത സമീപനം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം 176 ചോദ്യം. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഈ പഴഞ്ചൊല്ലിന്റെ ആശയവുമായി യോജിക്കുന്നത് ഏത്? ഓപ്ഷൻസ് നോക്കാം. അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും. ബി മുതിർന്നവരുടെ ഉപദേശങ്ങൾ എപ്പോഴും പ്രയോജനകരമല്ല. സി മുതുനെല്ലിക്ക പോലെ ഉപേക്ഷിക്കേണ്ടവയാണ് മുതിർന്നവരുടെ വാക്കുകൾ. ഡി മുതിർന്നവരുടെ ചില വാക്കുകൾ എപ്പോഴും കയ്പുള്ളതാണ്. ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ തന്നെയാണ്. അനുഭവ സമ്പന്നരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ സന്തോഷം പകരും എന്നുള്ളതാണ്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കൈക്കും പിന്നെ മധുരിക്കും എന്നുള്ളത്. അടുത്ത ചോദ്യം 177 ചോദ്യം. ക്ലാസ്സിൽ നടക്കുന്ന ചർച്ചകളിൽ കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളിലെ പ്രധാന ആശയങ്ങൾ അധ്യാപിക ബോർഡിൽ എഴുതുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടം എന്താണ്? ഓപ്ഷൻസ് നോക്കാം. അഭിപ്രായം പറയാനുള്ള മടി മാറുന്നു. ബി ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു.
സി അധ്യാപികയുടെ എഴുത്തിന്റെ മനോഹാരിത തിരിച്ചറിയാൻ അവസരം ലഭിക്കുന്നു. ഡി ചർച്ചകളിൽ പങ്കെടുക്കുന്നവരെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ആശയത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ലഭിക്കുന്നു എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 178ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആശയ സാമ്യം ഇല്ലാത്ത ശൈലി ഏത്? ആശയ സാമ്യം ഇല്ലാത്ത ശൈലി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഇവയിൽ ആശയസാമ്യം ഇല്ലാതെ വരുന്നത് ഓപ്ഷൻ സി ആണ്, അജഗജാന്തരം. ബാക്കിയെല്ലാം അടി മുതൽ മുടി വരെ അല്ലെങ്കിൽ ആപാദ ചൂടം, ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവയ്ക്ക് എന്താണ് ഒരേ ആശയം വരുന്നവയാണ്. ആശയസാമ്യം ഇല്ലാത്തത് അജഗജാന്തരമാണ്. അജഗജാന്തരം. അടുത്ത ചോദ്യം 179ാമത്തെ ചോദ്യം ഇതാണ്. കുട്ടികളുടെ രചനാ പ്രവർത്തനങ്ങൾക്ക് ശേഷം ടീച്ചേഴ്സ് വേർഷൻ പരിചയപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏത്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ രചനകളുടെ ഉള്ളടക്കത്തിന്റെയും ഭാഷാ മികവിന്റെയും കാര്യത്തിൽ തിരിച്ചറിവ് നൽകാൻ. ബി അധ്യാപകരുടെ രചനയാണ് മികച്ചതെന്ന് ബോധ്യപ്പെടുത്താൻ. സി സ്വന്തം രചനയിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ. ഡി കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് വായിച്ചു പഠിക്കാൻ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. രചനയുടെ ഉള്ളടക്കത്തിന്റെയും ഭാഷാ മികവിന്റെയും കാര്യത്തിൽ തിരിച്ചറിവ് നൽകാൻ. അടുത്ത ചോദ്യം 180ാമത്തെ ചോദ്യം ഇതാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? ശരിയായ പദം ഓപ്ഷൻ ഡി ആണ്, വിദ്യുത് ശക്തി. ഇത് ഓർത്തു വെക്കുക, പല ചോദ്യ പേപ്പറിലും ഇത്തരത്തിലുള്ള ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യുത് ശക്തി എന്ന വാക്ക് ശരിയായി പഠിക്കുക. അടുത്ത ചോദ്യം 181ാമത്തെ ചോദ്യം ഇതാണ്. ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ഭാഷാ പഠന സമീപനവുമായി പൊരുത്തപ്പെടുന്ന പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ തന്റേതായ ഒരു ഭാഷാ ശൈലി രൂപീകരിക്കുന്നതിന് പഠിതാവിനെ പ്രാപ്തനാക്കുന്നതാവണം. ബി സാഹിത്യത്തിൽ ഊന്നുന്നതും പരീക്ഷാ കേന്ദ്രീകൃതമായ വിനിമയം ചെയ്യുന്നതും ആവണം. സി ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയും പഠനം ഉറപ്പിക്കുന്നതാവണം. ഡി പഠന ബോധന പ്രവർത്തനങ്ങൾ അധ്യാപക കേന്ദ്രീകൃതമാകണം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. തന്റേതായ ഒരു ഭാഷാ ശൈലി രൂപീകരിക്കുന്നതിന് പഠിതാവിനെ പ്രാപ്തനാക്കുന്നതാവണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 182ാമത്തെ ചോദ്യം. ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് പോർട്ട്ഫോളിയോ വിലയിരുത്തുമ്പോൾ മുഖ്യ പരിഗണന നൽകുന്നത് എന്തിന്? ഓപ്ഷൻസ് കുട്ടികളുടെ രചനാ പുസ്തകങ്ങൾ, ബി ടീച്ചേഴ്സ് വെർഷൻ, സി അധ്യാപികയുടെ ടീച്ചിങ് മാനുവൽ, ഡി പഠന പുരോഗതി രേഖ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ തന്നെയാണ്, കുട്ടികളുടെ രചനാ പുസ്തകങ്ങൾ. അടുത്ത ചോദ്യം 183ാമത്തെ ചോദ്യം. അധ്യാപകൻ തയ്യാറാക്കുന്ന പ്രതിഫലന കുറിപ്പുകൾ SRG യോഗത്തിൽ അവതരിപ്പിക്കുന്നത് സംബന്ധിച്ച് ഏറ്റവും പ്രസക്തമായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. പഠന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം. ബി കുട്ടികൾക്ക് വാർഷിക പരീക്ഷയിൽ ലഭിച്ച ഗ്രേഡുകൾ വിശകലനം ചെയ്യാം. സി മേലധികാരികൾക്ക് നൽകാനുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കാം. ഡി തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് ക്ലാസ് കയറ്റം നൽകേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യാം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പഠന പ്രവർത്തനങ്ങളുടെ ഫലപ്രാപ്തി തിരിച്ചറിഞ്ഞ് തുടർ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 184ാമത്തെ ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആദേശസന്ധിക്ക് ഉദാഹരണം ഏത്? ആദേശസന്ധിക്ക് ഇതിലേതാണ് ഉദാഹരണം? പിൻകാലം, പിൻ പ്ലസ് കാലം, പിൻകാലം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 185ാമത്തെ ചോദ്യം. 2019 വയലാർ അവാർഡ് നേടിയ കൃതി ഏത്? 2019 വയലാർ അവാർഡ് നേടിയ കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ്, നിരീശ്വരനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഇതും റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യമാണ്. ശരിയായ ജോഡി ഏത്? ഇവിടെ ശരിയായ ജോഡി ഏതാണ്? അരങ്ങു കാണാത്ത നടൻ ആത്മകഥ. അരങ്ങു കാണാത്ത നടൻ ആത്മകഥയാണ്. അടുത്ത ചോദ്യം. മെന്ററിംഗ് എന്ന കാഴ്ചപ്പാടുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻസ് എ അധ്യാപകനും വിദ്യാർത്ഥിക്കും മികച്ച വിദ്യാഭ്യാസ അനുഭവങ്ങൾ ലഭിക്കുന്നു. ബി വിദ്യാർത്ഥിയും സ്കൂളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നു. സി വിദ്യാർത്ഥികളുടെ പഠന പുരോഗതിയും വ്യക്തിത്വ വികാസവും ഉറപ്പുവരുത്തുന്നു. ഡി അധ്യാപകൻ വിജ്ഞാനം വിതരണം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അധ്യാപകൻ വിജ്ഞാനം വിതരണം ചെയ്യുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു എന്നുള്ളതാണ്. 118ാമത്തെ ചോദ്യം ഇതാണ്. അക്ഷരത്തെറ്റ് കുറച്ചു കൊണ്ടുവരാൻ പരിഗണിക്കാവുന്ന ഉചിതമായ മാർഗം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സ്ഥിരമായി ഇരട്ട വര കോപ്പി എഴുതുക. ബി കഠിന പദങ്ങളുടെ കേട്ടെഴുത്ത് നൽകുക. സി കഠിന പദങ്ങൾ അനേക തവണ ആവർത്തിച്ച് എഴുതുക. ഡി വൈവിധ്യമുള്ള വായന ലേഖന അനുഭവങ്ങൾ നൽകുക. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വൈവിധ്യമുള്ള വായന ലേഖന അനുഭവങ്ങൾ നൽകുക. അടുത്ത ചോദ്യം 189ാമത്തെ ചോദ്യം. അംഗവും കാണാം താളിയും ഒടിക്കാം
ഈ പഴഞ്ചൊല്ലിനോട് ഏറ്റവും സാദൃശ്യമുള്ള ചൊല്ല് ഏതാണ്? അങ്കവും കാണാം താളിയും ഒടിക്കാം എന്നതിന് സാദൃശ്യമായത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം. അടുത്ത ചോദ്യം 190 ചോദ്യം. ചതിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏതാണ്? ചതിക്കുക എന്ന അർത്ഥത്തിൽ. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാലം വലിക്കുക. പാലം വലിക്കുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 191 ചോദ്യം. താഴെ പറയുന്ന കലാരൂപങ്ങളിൽ ഫോക്ലോർ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നത് ഏത്? ഓപ്ഷൻസ് കൂത്ത്, തിറ, കൂടിയാട്ടം, മോഹിനിയാട്ടം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. തിറയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 192 ചോദ്യം. പമ്പരം ചുറ്റിക്കുക എന്ന ശൈലി ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ച വാക്യം ഏതാണ്? പമ്പരം ചുറ്റിക്കുക എന്ന ശരിയായ അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. വഴിപോക്കനെ പമ്പരം ചുറ്റിക്കുകയായിരുന്നു ആ പിള്ളേർ. വഴിപോക്കനെ പമ്പരം ചുറ്റിക്കുകയായിരുന്നു ആ പിള്ളേർ. അടുത്ത ചോദ്യം 193 ചോദ്യം. നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്ന ശരിയായ ധാരണ ഏതാണ്? നിരന്തര വിലയിരുത്തലിനെ സംബന്ധിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ പഠന പ്രവർത്തനത്തോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. ബി ഓരോ ടേമിന്റെയും ഒടുവിൽ നടക്കേണ്ടതുണ്ട്. സി കേന്ദ്രീകൃതമായ മൂല്യനിർണ്ണയം ആവശ്യമുള്ളത്. ഡി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി നടക്കേണ്ടുന്നത്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. പഠന പ്രവർത്തനത്തിനോടൊപ്പം സ്വാഭാവികമായി നടക്കേണ്ടത്. അടുത്ത ചോദ്യം 194 ചോദ്യം. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ZPD എന്നത് എന്താണ്? സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഓപ്ഷൻ എ പഠിതാവിന്റെ നിലവിലെ പഠനാവസ്ഥ. ബി പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ്ങ് കൊണ്ട് എത്തിച്ചേരാവുന്ന തലം. സി പഠിതാവിന് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത തലം. ഡി പഠിതാവ് സ്വപ്രയത്നം കൊണ്ട് എത്തിച്ചേരാവുന്ന തലം. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പഠിതാവിന് മറ്റുള്ളവരുടെ കൈത്താങ്ങ് കൊണ്ട് എത്തിച്ചേരാവുന്ന തലമാണ് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. 195 ചോദ്യം ഇതാണ്. താരകമാമണിമാല ചാർത്തിയാൽ അതും കൊള്ളാം, കാറണിച്ചെള്ളി നീളെ പുരണ്ടാൽ അതും കൊള്ളാം. മാമണിമാല എന്ന പദം ശരിയായി വിഗ്രഹിച്ചത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മണിമാല എന്ന പദം ശരിയായി വിഗ്രഹിച്ചത് ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. മണി കൊണ്ടുള്ള മാല. അതാണ് മണിമാല എന്ന് പറയുന്ന. മണി കൊണ്ടുള്ള മാല മണിമാല. അടുത്ത ചോദ്യം 196 ചോദ്യം. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾ നൽകുമ്പോൾ ഊന്നൽ നൽകേണ്ടത് എന്തിനാണ്? ഓപ്ഷൻസ് എ കുട്ടികളെ തനിച്ചിരുത്തി പ്രവർത്തനങ്ങൾ നൽകണം. ബി ധാരാളം ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം. സി സംഘപ്രവർത്തനങ്ങൾ തുടർച്ചയായി നൽകണം. ഡി അച്ചടി സാമഗ്രികൾ കൂടുതലായി ഉപയോഗിക്കണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ധാരാളം ശ്രവണ സന്ദർഭങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 197 ചോദ്യം. അറിവ് നിർമ്മാണത്തിൽ ഊന്നൽ നൽകുന്ന ഒരു ക്ലാസ് മുറിയിൽ കവി പരിചയത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും ഉചിതമായ രീതി ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കവിയുടെ ചിത്രം അധ്യാപകൻ സ്ലൈഡ് വഴി പ്രദർശിപ്പിക്കുന്നു. ബി പാഠപുസ്തകത്തിൽ നൽകിയ കവി പരിചയം ഹൃദ്യസ്ഥമാക്കുന്നു. സി കവിയുടെ സംഭാവനകളെ കുറിച്ച് അധ്യാപകൻ വിശദീകരിക്കുന്നു. ഡി നിർദ്ദേശിക്കപ്പെട്ട രചനകൾ പരിശോധിച്ച് കവിയെ പരിചയപ്പെടുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിർദ്ദേശിക്കപ്പെട്ട രചനകൾ പരിശോധിച്ച് കവിയെ പരിചയപ്പെടുന്നു. അടുത്ത ചോദ്യം 198 ചോദ്യം. ലോകരക്ഷയ്ക്കാകമാനം ഒരേ ഘടനയാണ് എന്ന് വാദിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. നോം ചോംസ്കി ആണ് ലോകരക്ഷയ്ക്കാകമാനം ഒരേ ഘടനയാണ് എന്ന് വാദിച്ചത്. 199 ചോദ്യം ഇതാണ്. ശാസ്ത്രമെന്നിയെ ധർമ്മസങ്കരം നടത്തുന്നോൻ. ഇവിടെ ധർമ്മസങ്കരം എന്ന പദം വിഗ്രഹിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ധർമ്മത്തിനായുള്ള സങ്കരം. അടുത്ത ചോദ്യം 200 ചോദ്യം. ഒരു കാവ്യാലാപനത്തെ വിലയിരുത്താനുള്ള സൂചകങ്ങളിൽ പ്രാധാന്യം കുറഞ്ഞത് ഏതാണ്? പ്രാധാന്യം കുറഞ്ഞത് ആണ് ചോദിക്കുന്നത്. പ്രാധാന്യം കുറഞ്ഞത്. ഓപ്ഷൻസ് എ കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബി ഉച്ചാരണ സ്ഫുടതയുണ്ട്. സി ഭാവാത്മകമായി ആലപിച്ചിട്ടുണ്ട്. ഡി താളബോധമുണ്ട്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. കവിയെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ചോദ്യം 201 ചോദ്യം. ഒരു ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നൽകേണ്ടത് ഏത് സൂചകത്തിനാണ്? എ രചയിതാവിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയിട്ടുണ്ട്. ബി ആസ്വാദനക്കുറിപ്പിന്റെ ഘടന പാലിച്ചിട്ടുണ്ട്. സി ഇതര കൃതികളുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്. ഡി രചനയുടെ അർത്ഥതലങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സ്കോർ നൽകേണ്ടത് ഇവയിൽ ഓപ്ഷൻ ഡിയിലാണ്. രചനയുടെ അർത്ഥതലങ്ങൾ വിശദമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ സ്കോർ കൊടുക്കേണ്ടത്.
202 ചോദ്യം ഇതാണ്. കഥകളിയിൽ നളൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് നൽകുന്ന വേഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പച്ചയാണ്. നളൻ, ശ്രീകൃഷ്ണൻ എന്നിവർക്ക് നൽകുന്ന വേഷം കഥകളിയിൽ. അടുത്ത ചോദ്യം, ഉല്ലേഖനം എന്ന പദം പിരിച്ചെഴുതിയാൽ ശരിയായ രൂപം എന്താണ്? ഉല്ലേഖനം എന്ന പദം പിരിച്ചെഴുതിയാൽ ശരിയായ രൂപം ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉദ് പ്ലസ് ലേഖനമാണ് ഉല്ലേഖനം. ഉദ് പ്ലസ് ലേഖനം ഉല്ലേഖനം. അടുത്ത ചോദ്യം 204 ചോദ്യം, ഒരു കഥാപാത്ര നിരൂപണം നടത്തുമ്പോൾ അത്യാവശ്യമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ്? അത്യാവശ്യം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: എ, കഥാകൃത്തിന്റെ ഇതര കഥകളിലെ കഥാപാത്രങ്ങളുമായുള്ള താരതമ്യം. ബി, കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകൾ. സി, ശാരീരികവും ഭൗതികവുമായ സവിശേഷതകൾ. ഡി, കഥാപാത്രത്തിന്റെ കഥയിലെ സ്ഥാനം, ഇടപെടൽ മുതലായവ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, കഥാകൃത്തിന്റെ ഇതര കഥകളിലെ കഥാപാത്രങ്ങളുമായുള്ള താരതമ്യം. അടുത്ത ചോദ്യം 205 ചോദ്യം, ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ആത്മകഥയ്ക്ക് ഒരാമുഖം ആരുടെ ആത്മകഥയാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. ലളിതാംബിക അന്തർജനത്തിൻ്റെതാണ്. അടുത്ത ചോദ്യം 206 ചോദ്യം, കവിതാ പഠനത്തിൽ അലങ്കാര കൽപ്പനകൾ കുട്ടികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനുള്ള മികച്ച മാർഗം ഏതാണ്? ഓപ്ഷൻസ്: എ, അലങ്കാരങ്ങളുടെ ലക്ഷ്യലക്ഷണങ്ങൾ കാണാതെ പഠിപ്പിക്കുക. ബി, വരികൾ മനഃപ്പാഠം പഠിച്ച് ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുക. സി, ചമൽക്കാര ഭംഗിയുള്ള വരികളുടെ സൗന്ദര്യം ബോധ്യപ്പെടുത്തുക. ഡി, വരികളും അവയിലെ അലങ്കാരങ്ങളും പട്ടികപ്പെടുത്തിയ ചാർട്ട് പ്രദർശിപ്പിക്കുക. ഇവിടെ ശരിയായ ഉത്തരം സി ആണ്, ചമൽക്കാര ഭംഗിയുള്ള വരികളുടെ സൗന്ദര്യം ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. 207 ചോദ്യം ഇതാണ്, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം അവതരിപ്പിച്ച ചിന്തകൻ ആരാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വൈഗോട്സ്കി ആണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന ആശയം അവതരിപ്പിച്ചത്. 208 ചോദ്യം ഇതാണ്, ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ പൊരുൾ എന്ത്? ഉണ്ടു കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണം എന്ന ചൊല്ലിന്റെ പൊരുൾ ഓപ്ഷൻ സി ആണ്, ഭക്ഷണത്തിനു വേണ്ടി എല്ലാം ദൂർത്തടിക്കരുത്. ഭക്ഷണത്തിനു വേണ്ടി എല്ലാം ദൂർത്തടിക്കരുത്. അടുത്ത ചോദ്യം 209 ചോദ്യം, വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ZPD എന്ന വൈഗോട്സ്കി വിളിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻസ് നോക്കാം. എ, പഠിതാവിന് സ്വന്തം കഴിവുകൊണ്ട് എത്തിച്ചേരാവുന്ന നില. ബി, അധ്യാപികയെ അനുകരിക്കുന്നതിലൂടെ പഠിതാവ് എത്തിച്ചേരുന്ന നില. സി, പഠന വസ്തുത ആവർത്തിച്ച് ഉറപ്പിക്കുന്നതിലൂടെ നേടാവുന്ന നില. ഡി, സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയ്ക്കും പരസഹായത്താൽ എത്താവുന്ന ഉയർന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി തന്നെയാണ്, സ്വപ്രയത്നത്താൽ എത്തിച്ചേരാവുന്ന നിലയ്ക്കും പരസഹായത്താൽ എത്താവുന്ന ഉയർന്ന നിലയ്ക്കും ഇടയിലുള്ള മണ്ഡലം. 210 ചോദ്യം ഇതാണ്, ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആണ് വേണ്ടത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഓപ്ഷൻസ്: എ, മറ്റുള്ള കുട്ടികളെ കണ്ടുപഠിക്കാൻ കഴിയുന്നു. ബി, സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ കഴിയുന്നു. സി, പരീക്ഷകളിൽ വിജയിക്കാൻ കഴിയുന്നു. ഡി, എല്ലാ കുട്ടികളെയും ഒരേ നിലവാരത്തിൽ എത്തിക്കാൻ കഴിയുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സാമൂഹീകരണം അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ എന്ന വിദ്യാഭ്യാസ ലക്ഷ്യം നേടാൻ കഴിയുന്നു എന്നുള്ളതാണ്. 212 ചോദ്യം ഇതാണ്, കുഴി വെട്ടി മൂടുക വേദനകൾ, കുതികൊള്ളുക ശക്തിയിലേക്ക് നമ്മൾ, ആരുടേതാണ് ഈ വരികൾ? ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഇടശ്ശേരിയാണ് ശരിയായ ഉത്തരം, ഇടശ്ശേരി. അടുത്ത ചോദ്യം 213 ചോദ്യം ഇതാണ്, അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്? അക്ഷരത്തെറ്റുകൾ തിരുത്താൻ ഏറ്റവും ഉചിതമായ മാർഗം ഏതാണ്? ഓപ്ഷൻ എ, ശരിയായ ഉച്ചാരണ പരിശീലനം നൽകണം. ബി, ശരിയായ മാതൃകകൾ കാണിക്കാനും കേൾക്കാനും അവസരം നൽകണം. സി, തെറ്റുകൾ അപ്പപ്പോൾ തിരുത്തണം. ഡി, അക്ഷരത്തെറ്റുകളാണ് ഭാഷയുടെ ഏറ്റവും വലിയ ദോഷമെന്ന് ബോധ്യപ്പെടുത്തണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ശരിയായ മാതൃകകൾ കാണിക്കാനും കേൾക്കാനും അവസരം നൽകണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 214 ചോദ്യം, നല്ല അധ്യാപിക ആരായിരിക്കണം? നല്ല അധ്യാപിക ആരായിരിക്കണം? ഇവിടെ എന്താണ് ശരിയായ ഉത്തരം? കുട്ടികൾക്ക് ആത്മവിശ്വാസം പകർന്ന് പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയും സഹായിയും ആകുന്ന ആളായിരിക്കണം നല്ല അധ്യാപകൻ. അടുത്ത ചോദ്യം 215 ചോദ്യം, കേൾവി പരിമിതിയുള്ള കുട്ടികളുടെ പഠനോപകരണങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാന സവിശേഷത എന്ത്? ഏറ്റവും പ്രധാന സവിശേഷത എന്ത്? ഓപ്ഷൻ എ, ദൃശ്യാനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്. ബി, ശബ്ദത്തിലൂടെയുള്ള ആശയവിനിമയം സാധ്യമാകുന്നത്. സി, ശബ്ദാനുകരണ പരിശീലനം നൽകുന്നത്. ഡി, അവർക്ക് മാത്രമായുള്ള ക്ലാസ് മുറികളും പഠനോപകരണങ്ങളും നൽകുന്നത്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ദൃശ്യാനുഭവങ്ങൾക്ക് അവസരം നൽകുന്നത്.
അടുത്ത ചോദ്യം 216 ചോദ്യം ഇതാണ്. കൈത്താങ് നൽകൽ അല്ലെങ്കിൽ സ്കഫോൾഡിംഗ് എന്നതിനോട് ചേരാത്ത പ്രവർത്തനം ഏത്? ചേരാത്ത പ്രവർത്തനമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ പഠിതാവിനെ കൊണ്ട് തന്നെ പ്രവർത്തനം പൂർത്തീകരിപ്പിക്കുക. ബി ആലോചനയുടെ ദിശ തിരിച്ചുവിടാൻ ഉതകുന്ന ചോദ്യങ്ങൾ ഉന്നയിക്കുക. സി സൂചനകളും ഉദാഹരണങ്ങളും നൽകുക. ഡി പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുക. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. പഠിതാവിന് പൂർത്തിയാക്കാൻ കഴിയാത്ത പ്രവർത്തനം അധ്യാപിക പൂർത്തീകരിച്ച് കാണിച്ചു കൊടുക്കുക. 218 ചോദ്യം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലും അവർക്ക് പച്ച തൊടാൻ കഴിയില്ല. ഇവിടെ പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇവിടെ പച്ച തൊടുക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ആരും വിജയിക്കില്ല എന്നാണ്. അടുത്ത ചോദ്യം 219 ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും ശരിയായ വാക്യം ഏത്? ഇവിടെ ഏറ്റവും ശരിയായ വാക്യം ഓപ്ഷൻ സി ആണ്. ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ ആ വൃദ്ധയ്ക്ക് കഴിഞ്ഞിരുന്നു. അടുത്ത ചോദ്യം 220 ചോദ്യം ഇതാണ്. മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യമായി കരുതപ്പെടുന്ന കൃതി ഏത്? മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. മലയവിലാസമാണ് മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം. അടുത്ത ചോദ്യം 221 ചോദ്യം ഇതാണ്. പാശ്ചാത്യ സാഹിത്യവുമായുള്ള പരിചയം കൊണ്ട് മലയാളത്തിലുണ്ടായ സാഹിത്യ പ്രസ്ഥാനം ഏതാണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. നോവൽ. അടുത്ത ചോദ്യം 222 ചോദ്യം. ഒരേ വാക്യത്തിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയുമ്പോൾ അവയെ വേർതിരിച്ച് കാണിക്കാൻ ഉപയോഗിക്കുന്ന ചിഹ്നം ഏതാണ്? 2 കാര്യങ്ങൾ പറയുമ്പോൾ വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് അർദ്ധവിരാമമാണ്. 223 ചോദ്യം ഇതാണ്. ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസവുമായി ബന്ധപ്പെട്ട് നൽകാവുന്ന ഭാഷാപ്രവർത്തനം അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതാണ്. മൗനവായന, നാടകീകരണം, മൈമിംഗ്, റോൾ പ്ലേ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. മൗനവായനയാണ്. അടുത്ത ചോദ്യം 224 ചോദ്യം. കുട്ടികൾക്ക് വായനയിലുള്ള താല്പര്യം നിലനിർത്താൻ അധ്യാപിക ചെയ്യേണ്ട കാര്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ് നോക്കാം. എ ശക്തമായ ആവശ്യബോധം ഉണർത്തൽ. ബി വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യപ്പെടൽ. സി ജിജ്ഞാസ ഉണർത്തൽ. ഡി കണ്ടെത്തലിന്റെ വായനാനുഭവം പ്രദാനം ചെയ്യൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. വായിച്ച് ഹൃദ്യസ്ഥമാക്കാൻ ആവശ്യപ്പെടൽ. അടുത്ത ചോദ്യം. നോം ചോംസ്കിയുടെ ഭാഷാർജന സിദ്ധാന്തങ്ങളോട് യോജിക്കാത്തത് ഏത്? യോജിക്കാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ എ ജന്മസിദ്ധമായ ഒരു ഭാഷാഘടന എല്ലാവരിലുമുണ്ട്. ബി കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക എന്നീ ക്രമത്തിലാണ് ഭാഷ പഠിപ്പിക്കേണ്ടത്. സി ഭാഷാർജനം ബോധപൂർവമായ ഒരു പ്രക്രിയ ആകണമെന്നില്ല. ഡി സ്വന്തം ഭാഷാ സമൂഹത്തിൽ നിന്നും ലഭിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് സ്വന്തം ഭാഷ ഉരുത്തിരിച്ചെടുക്കുന്നു. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേൾക്കുക, പറയുക, വായിക്കുക, എഴുതുക എന്നീ ക്രമത്തിലാണ് ഭാഷ പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 226 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക് എന്നതാണ് ചോദ്യം. ഇവിടെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് വൈക്കം മുഹമ്മദ് ബഷീറിനാണ്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് എന്ന് പല ചോദ്യപേപ്പറിലും ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഓർത്തു വയ്ക്കുക, വൈക്കം മുഹമ്മദ് ബഷീറിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ല. അടുത്ത ചോദ്യം 227 ചോദ്യം. നന്ദികേട് കാണിക്കരുത് എന്ന ആശയം സൂചിപ്പിക്കുന്ന ശൈലി കണ്ടെത്തുക. നന്ദികേട് കാണിക്കരുത് എന്ന ആശയം സൂചിപ്പിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഉണ്ട ചോറിൽ കല്ലിടരുത്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തതാണ് ചോദിക്കുന്നത്. പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രക്രിയയാണ് ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം 229 ചോദ്യം. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇടചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണയ പ്രക്രിയ ഏതാണ്? ഓപ്ഷൻസ്. പഠനത്തെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ തന്നെ പഠനം, ആത്യന്തിക മൂല്യനിർണയം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. പഠനത്തിനായുള്ള വിലയിരുത്തൽ, അസസ്മെന്റ് ഫോർ ലേണിംഗ്. അടുത്ത ചോദ്യം 230 ചോദ്യം. രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? രാജധർമ്മം വിഗ്രഹിച്ചാൽ എങ്ങനെ കിട്ടും? ഓപ്ഷൻ ഡി ആണ്. രാജാവിന്റെ ധർമ്മമാണ് രാജധർമ്മം. അടുത്ത ചോദ്യം ഇതാണ്. മലയാളം ഏത് ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ്? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ദ്രാവിഡ ഗോത്രത്തിൽപ്പെട്ട ഭാഷയാണ് മലയാളം.
232 ചോദ്യം, ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തതാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ, ഭാഷ ആശയവിനിമയോപാധിയാണ്. ബി, ഭാഷ പ്രധാനമായും ശബ്ദ സങ്കേതമാണ്. സി, ലിഖിത ഭാഷ ഒരു കൃത്രിമ സങ്കേതമാണ്. ഡി, മാരക ഭാഷയാണ് സംസാരത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടത്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മാനക ഭാഷയാണ് സംസാരത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടത് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 233 ചോദ്യം, ഉരുളക്കുപ്പേരി എന്ന പ്രയോഗത്തിന്റെ ശരിയായ അർത്ഥം എന്ത്? ഉരുളക്കുപ്പേരി എന്നാൽ എന്താണ്? ഓപ്ഷൻ എ ആണ്, തക്ക മറുപടി എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 234 ചോദ്യം, കഥകളിയുടെ സാഹിത്യ രൂപം ഏത്? കഥകളിയുടെ സാഹിത്യ രൂപം ഏതാണ്? തുള്ളൽ, കൂടിയാട്ടം, ആട്ടക്കഥ, രാമനാട്ടം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, ആട്ടക്കഥയാണ് കഥകളിയുടെ സാഹിത്യ രൂപം. അടുത്ത ചോദ്യം, ആരാച്ചാർ ആരുടെ കൃതിയാണ്? ആരാച്ചാർ ആരുടെ കൃതിയാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, KR മീരയുടെ കൃതിയാണ് ആരാച്ചാർ. അടുത്ത ചോദ്യം 236 ചോദ്യം, മഹത്തുക്കളോട് അടുത്തു പെരുമാറുന്ന നിസാരന്മാർക്കും മാഹാത്മ്യം കൈവരും. ഈ ആശയം സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് ഏതാണ്? ഇവയിൽ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം, മുല്ലപ്പൂവിൻ മണത്താൽ വാഴനാരിനും മോക്ഷം. മുല്ലപ്പൂവിൻ മണത്താൽ വാഴനാരിനും മോക്ഷം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 237 ചോദ്യം ഇതാണ്, ഉദ്ഗ്രഥിത പഠനം എന്ന ആശയത്തിന് നിരക്കാത്ത കാഴ്ചപ്പാട് ഏത്? ഉദ്ഗ്രഥിത പഠനത്തിന് നിരക്കാത്ത കാഴ്ചപ്പാട് ഏതാണെന്ന് നോക്കാം. ഓപ്ഷൻസ് എ, ബഹുവിഷയാത്മക സമീപനം. ബി, അന്തർവിഷയാത്മക സമീപനം. സി, വിഷയാതീത സമീപനം. ഡി, വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വിഷയാധിഷ്ഠിത പാഠ്യപദ്ധതി. അടുത്ത ചോദ്യം 238 ചോദ്യം, പനന്തത്ത എന്ന പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചാൽ കിട്ടുന്ന സന്ധി ഏതായിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആഗമസന്ധി. ആഗമസന്ധി. അടുത്ത ചോദ്യം 239 ചോദ്യം, വ്യാകരണ വ്യവസ്ഥയിലെ ഏറ്റവും ചെറിയ ഏകകമാണ് ഡാഷ്. വ്യാകരണ വ്യവസ്ഥയിലെ ഏറ്റവും ചെറിയ ഏകകം ഏതാണ്? ഓപ്ഷൻ എ ആണ്, രൂപീമമാണ് ശരിയായ ഉത്തരം. 240 ചോദ്യം ഇതാണ്, കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്നത് ഏത് പരിമിതി പരിഹരിക്കാനാണ്? കോക്ലിയർ ഇംപ്ലാന്റ് എന്തിനാണ്? ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായ ഉത്തരം, ശ്രവണ പരിമിതി. ശ്രവണ പരിമിതി മറികടക്കാനാണ് കോക്ലിയർ ഇംപ്ലാന്റ് എന്ന ചികിത്സാ രീതി സ്വീകരിക്കുന്നത്. അടുത്ത ചോദ്യം 241 ചോദ്യം, കാഴ്ചക്കുറവുള്ളവർക്കായി സ്വീകരിക്കുന്ന പഠനോപാധികളിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻസ് എ, മാഗ്നിഫയറുകൾ. ബി, ലാർജ് പ്രിന്റ് പുസ്തകങ്ങൾ. സി, കണ്ണടകൾ. ഡി, ബ്രെയിൻ ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ബ്രെയിൻ ലിപിയിൽ അച്ചടിച്ച പുസ്തകങ്ങൾ. 242 ചോദ്യം ഇതാണ്, പദസൂര്യൻ നിർമ്മിക്കാമെന്ന പ്രവർത്തനം ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളെ ഭാഷാ പഠനത്തിൽ സഹായിക്കുന്നത് എങ്ങനെ? ഓപ്ഷൻസ് എ, ചിത്രത്തിന് അടിക്കുറിപ്പ് നൽകുന്നതിന്. ബി, ആശയവുമായി ബന്ധപ്പെട്ട പദങ്ങളെ ക്രോഡീകരിക്കുന്നതിന്. സി, നിരന്തര വിലയിരുത്തൽ നടത്തുന്നതിന്. ഡി, പോർട്ട്ഫോളിയോ നിർമ്മിക്കുന്നതിന്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ആശയവുമായി ബന്ധപ്പെട്ട പദങ്ങളെ ക്രോഡീകരിക്കുന്നതിനാണ്. അടുത്ത ചോദ്യം, നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ. നന്ദനാർ ആര്? ഓപ്ഷൻ സി ആണ്, PC ഗോപാലനാണ്. PC ഗോപാലനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 244, താഴെ കൊടുത്തിരിക്കുന്നവയിൽ വേറിട്ട് നിൽക്കുന്നത് ഏത്? വേറിട്ട് നിൽക്കുന്നത് ഇവയിൽ ഏത്? ഇവിടെ ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരമായിട്ട് വന്നത്, ഉണ്ട ചോറിൽ മണ്ണിടുക എന്നുള്ളത്. അടുത്ത ചോദ്യം 245, പ്രൈമറി ക്ലാസ്സിലെ കുട്ടികളുടെ പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നതിനുള്ള സൂചകങ്ങളിൽ അപ്രധാനമായത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? അപ്രധാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ആശയ വ്യക്തത. ബി, ധാരണകളുടെ സ്വാംശീകരണം. സി, അനുയോജ്യമായ രൂപകൽപ്പന. ഡി, താളാത്മകമായ അവതരണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, താളാത്മകമായ അവതരണമാണ്. അടുത്ത ചോദ്യം 246 ചോദ്യം, പേന കൊണ്ട് എഴുതണം. ഇവിടെ അടിവരയിട്ട പദം വ്യാകരണ നിയമപ്രകാരം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഇവിടെ പേന കൊണ്ടാണ് അടിവരയിടേണ്ടത്. ഇവിടെ കൊണ്ട് എന്ന പദം വ്യാകരണ നിയമപ്രകാരം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ഗതിയാണ് ശരിയായ ഉത്തരം, ഗതി. ഓക്കെ. അടുത്ത ചോദ്യം 247 ചോദ്യം, സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലുമായി ബന്ധപ്പെട്ട നൈപുണികളിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓപ്ഷൻസ് നോക്കാം. ആശയവിനിമയ ശേഷി. ബി, പ്രശ്ന പരിഹരണ ശേഷി. സി, തീരുമാനമെടുക്കൽ. ഡി, ഗ്രൂപ്പ് പ്രവർത്തനം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഗ്രൂപ്പ് പ്രവർത്തനം. അടുത്ത ചോദ്യം 248 ചോദ്യം, 1-2 ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള വായനാ പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏതിനായിരിക്കും നിങ്ങൾ പ്രഥമ പരിഗണന നൽകുക? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, പ്രസിദ്ധ സാഹിത്യകാരന്മാരുടെ വലിയ രചനകൾ.
ബി പുരാണ ഗ്രന്ഥങ്ങൾ, സി സചിത്ര കഥാപുസ്തകങ്ങൾ, ഡി കുട്ടികൾ എഴുതി പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, സചിത്ര കഥാപുസ്തകങ്ങൾ. 249 ചോദ്യം ഇതാണ്. പ്രക്രിയാബന്ധിതമായി ഒരു അധ്യാപിക അവതരിപ്പിക്കുന്ന ടീച്ചർ വെർഷൻ കൊണ്ട് കുട്ടിക്കുണ്ടാവുന്ന പ്രധാന നേട്ടം താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ നോട്ട് ബുക്കിൽ പകർത്തിയെടുത്ത് പഠിക്കുന്നതിന്, ബി സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിന്, സി കുട്ടി തയ്യാറാക്കിയ പതിപ്പിൽ ഉൾപ്പെടുത്തുന്നതിന്, ഡി മിടുക്കനായ കുട്ടിയുടെ രചനയുമായി തട്ടിച്ചു നോക്കുന്നതിന്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സ്വയം വിലയിരുത്തി സ്വന്തം രചന മെച്ചപ്പെടുത്തുന്നതിനാണ്. 281 ചോദ്യം കഥകളി വാദ്യങ്ങളിൽ പെടാത്തത്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തിമിലയാണ് കഥകളി വാദ്യത്തിൽ പെടാത്തത്. നമ്മൾ പഠിച്ച ചോദ്യമാണ്. 252 ചോദ്യം പ്രൈമറി ക്ലാസ്സിലെ കുട്ടിയുടെ വായന മെച്ചപ്പെടുത്തുന്നതിന് നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ചുവടെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. കഥയരങ്ങ്, കവിയരങ്ങ് നടത്തൽ, ബി അസംബ്ലിയിൽ വാർത്ത, വായനാക്കുറിപ്പ് എന്നിവ വായിക്കാൻ അവസരം നൽകൽ, സി ഡയറി, അറിയിപ്പ്, നോട്ടീസ് എന്നിവ ക്ലാസ്സിൽ ഉറക്കെ വായിക്കൽ, ഡി മനോപടം തയ്യാറാക്കൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മനോപടം തയ്യാറാക്കൽ. അടുത്ത ചോദ്യം 283 ചോദ്യം ഇതാണ്. 2016 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഇവിടെ വരുന്നത് ഓപ്ഷൻ എ ആണ്, ശ്യാമമാധവം. ശ്യാമമാധവമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്. 254 ചോദ്യം. ഭിന്നശേഷിക്കാരായ കുട്ടികളുള്ള ഒരു ക്ലാസ്സിലെ അധ്യാപിക പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധാരാളം പോസ്റ്റർ പ്രയോജനപ്പെടുത്തുന്നു. താഴെ കൊടുത്തവയിൽ ആർക്കാണ് ഇതിന്റെ പ്രയോജനം വേണ്ടത്ര ലഭിക്കാത്തത് എന്നുള്ളതാണ്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കാഴ്ച കുറവുള്ളവർക്ക്, ബി കേൾവി കുറവുള്ളവർക്ക്, സി അസ്ഥി വൈകല്യമുള്ളവർക്ക്, ഡി പഠന വൈകല്യമുള്ളവർക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ തന്നെയാണ്, കാഴ്ച കുറവുള്ളവർക്കാണ്. അടുത്ത ചോദ്യം ഇതാണ്. 255 ചോദ്യം. താഴെ പറയുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏതാണ്? ശരിയായി എഴുതിയ പദം ഓപ്ഷൻ എ ആണ്, ആരൂഢമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ കണ്ടെത്തുന്നതിനായി ഏതുതരം ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് ഉത്തമം? ഓപ്ഷൻസ് നോക്കാം. ആശയഗ്രഹണ ചോദ്യങ്ങൾ, ബി വിശകലനാത്മക ചോദ്യങ്ങൾ, സി അവധാരണ ചോദ്യങ്ങൾ, ഡി അതെ അല്ലെങ്കിൽ അല്ല എന്ന ഉത്തരം ലഭിക്കുന്ന ചോദ്യങ്ങൾ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, വിശകലനാത്മക ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം 257 ചോദ്യം. മനുഷ്യൻ ഒരാമുഖം എന്ന കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? മനുഷ്യൻ ഒരാമുഖം ഒരു നോവലാണ്, നോവൽ വിഭാഗത്തിലാണ് പെടുന്നത്. 258 ചോദ്യം ഇതാണ്. ഭാഷാ ക്ലാസ്സിൽ ഉപയോഗിക്കാവുന്ന ദൃശ്യ ശ്രാവ്യ സാധ്യതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് എ റേഡിയോ പരിപാടികൾ കേട്ട് വാർത്തകൾ തയ്യാറാക്കൽ, ബി വിവിധ കലാരൂപങ്ങൾ കണ്ട് കുറിപ്പുകൾ തയ്യാറാക്കൽ, സി ടെലിവിഷൻ പരിപാടികൾ കണ്ട് ചർച്ചയിൽ പങ്കെടുക്കൽ, ഡി സ്വയം എഴുതി തയ്യാറാക്കിയ കുറിപ്പുകൾ മെച്ചപ്പെടുത്തൽ. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്വയം എഴുതി തയ്യാറാക്കിയ കുറിപ്പുകൾ മെച്ചപ്പെടുത്തൽ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 260 ചോദ്യം ഇതാണ്. ഡയറി കുറിപ്പ് വിലയിരുത്തുമ്പോൾ ഏറ്റവും പ്രധാനമായി പരിഗണിക്കേണ്ട ഗ്രേഡിംഗ് സൂചകം എന്താണ്? ഓപ്ഷൻസ് എ ആശയങ്ങൾ ക്രമീകരിച്ച് എഴുതിയിട്ടുണ്ട്, ബി സംഭവങ്ങൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്, സി വാക്യഘടനാ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ട്, ഡി ആത്മാംശം കലർന്ന ഭാഷയിൽ വൈകാരികമായി എഴുതിയിട്ടുണ്ട്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ആത്മാംശം കലർന്ന ഭാഷയിൽ വൈകാരികമായി എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം നോക്കാം. 261 ചോദ്യം. ദർപ്പണം പോലെ വിളങ്ങുന്ന വിണ്ടലം അടിവരയിട്ട പദം പിരിച്ചെഴുതി സന്ധി നിർണയിച്ചാൽ ശരിയായത് ഏതാണ്? വിണ്ടലത്തെ പിരിച്ച് സന്ധി നിർണയിക്കുമ്പോൾ എന്താണ് വരുന്നത്? ഏത് സന്ധിയാണ് വരുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, ആദേശ സന്ധിയാണ്. അടുത്ത ചോദ്യം 262 ചോദ്യം ഇതാണ്. കാഴ്ചക്കുറവുള്ള കുട്ടികൾക്കായി വായനാ കാർഡുകൾ തയ്യാറാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഓപ്ഷൻ എ വെളുത്ത കട്ടിയുള്ള കടലാസിൽ തയ്യാറാക്കണം, ബി കാർഡുകൾ അച്ചടിച്ചു നൽകണം, സി നല്ല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം, ഡി എല്ലാ കുട്ടികൾക്കും കാർഡ് നൽകണം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നല്ല വലിപ്പത്തിലുള്ള അക്ഷരങ്ങളായിരിക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 264 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉയർന്ന മാനസിക ശേഷി ആവശ്യമായ പ്രവർത്തനം ഏതാണ്? ഉയർന്ന മാനസിക ശേഷി ആവശ്യമുള്ളത്. ഓപ്ഷൻ എ ഓർമ്മിച്ചു പറയൽ, ബി വിവരങ്ങൾ ശേഖരിക്കൽ, സി ആശയങ്ങൾ ഖണ്ഡിക തിരിച്ച് എഴുതൽ, ഡി തന്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, തന്റെ വാദഗതികൾ യുക്തിപൂർവം സമർത്ഥിക്കൽ. അടുത്ത ചോദ്യം 265 ചോദ്യം. കാള പെട്ടെന്ന് കേട്ട് കയറെടുക്കുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ നിജസ്ഥിതി അറിയാതെ ചാടി പുറപ്പെടുക,
ബി ഒരു കാര്യം വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കുക, സി അനാവശ്യ സന്ദർഭങ്ങളിൽ ഇടപെടുക, ഡി കാര്യമറിയാതെ ശകാരിക്കുക. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, നിജസ്ഥിതി അറിയാതെ ചാടിപ്പുറപ്പെടുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 266 ചോദ്യം, പഠന നേട്ടങ്ങളുടെ സവിശേഷതകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ കുട്ടി നേടണമെന്ന് അധ്യാപിക ആഗ്രഹിക്കുന്ന ബോധനോദ്ദേശങ്ങളാണ്, ബി പഠനഫലമായി കുട്ടിയിൽ ഉണ്ടാകേണ്ട ധാരണകളുടെ ആകെ തുകയാണ്, സി നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമാണ്, ഡി മൂല്യനിർണ്ണയത്തിന് പരിഗണിക്കേണ്ട പഠന വസ്തുക്കളാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നിരീക്ഷണ വിധേയവും അളക്കാൻ കഴിയുന്നതുമാണ്. അടുത്ത ചോദ്യം 267 ചോദ്യം ഇതാണ്, ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ഉപസംഹരിച്ചു കൊള്ളുന്നു. ഈ വാക്യത്തിൽ കൊള്ളുന്നു എന്നത് എന്താണ്? ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അനുപ്രയോഗമാണ്, അനുപ്രയോഗം. അടുത്ത ചോദ്യം 268 ചോദ്യം, മകരക്കാറിലെ തണ്ണീർ മാനവന്മാരുടെ കണ്ണീർ. ഇടശ്ശേരിയുടെ വരികളാണ്. ഈ വരികളുടെ അർത്ഥത്തിന് സമാനമായ പഴഞ്ചൊല്ല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിയും. അടുത്ത ചോദ്യം 269 ചോദ്യം ഇതാണ്, ഒരു പാഠഭാഗത്തിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ വിനിമയത്തിന് ശേഷം എന്തൊക്കെ ആർജിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയ ഏതാണ്? ഓപ്ഷൻസ് എ പഠനത്തെ വിലയിരുത്തൽ, ബി പഠനത്തിനായുള്ള വിലയിരുത്തൽ, സി വിലയിരുത്തൽ തന്നെ പഠനം, ഡി നിരന്തര വിലയിരുത്തൽ. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പഠനത്തെ വിലയിരുത്തൽ. അടുത്ത ചോദ്യം 270 ചോദ്യം, താഴെ പറയുന്നവയിൽ വായനയുടെ ഉന്നത തലം ഏതാണ്? ഓപ്ഷൻസ് എ വായിച്ച ഭാഗത്തെ ആശയം കണ്ടെത്തൽ, ബി ഭാഷയുടെ ഭംഗി കണ്ടെത്തൽ, സി വായിച്ച ഭാഗത്തിന് തന്റേതായ വ്യാഖ്യാനങ്ങൾ ആശയതലങ്ങൾ കണ്ടെത്തൽ, ഡി RMSA അതായത് രാഷ്ട്രീയ മാധ്യമ ശിക്ഷാ അഭിയാൻ. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, വായിച്ച ഭാഗത്തിന് തന്റേതായ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ കണ്ടെത്തൽ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 271 ചോദ്യം, മഹാകവി ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കേരള സാഹിത്യ ചരിത്രമാണ് ഉള്ളൂർ എഴുതിയ സാഹിത്യ ചരിത്ര ഗ്രന്ഥം. 272 ചോദ്യം ഇതാണ്, ചന്ദ്രഹാസം എടുക്കുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചന്ദ്രഹാസം എടുക്കുക എന്താണ്? ഓപ്ഷൻ ബി ആണ്, പോരിനൊരുങ്ങുക എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 273 ചോദ്യം, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാവൂ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാനാകൂ എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ സി ആണ്, അടിസ്ഥാനം ഉറച്ചാലേ മറ്റുള്ള കാര്യങ്ങൾ സാധിക്കൂ എന്നുള്ളതാണ്. അടിസ്ഥാനം ഉറച്ചാലേ മറ്റുള്ള കാര്യങ്ങൾ സാധിക്കൂ. അടുത്ത ചോദ്യം 274 ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ വാക്യം ഏതാണ്? ഇവിടെ തെറ്റായ വാക്യം ഓപ്ഷൻ എ ആണ്, സുന്ദരിയും സമർത്ഥയും അന്തസ്സും ആഭിജാത്യവുമുള്ള കഥാനായികയാണ് ശകുന്തള എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 275 ചോദ്യം, താഴെ കൊടുത്തവയിൽ അർത്ഥപൂർണമായി ശൈലി പ്രയോഗിച്ചിട്ടുള്ള വാക്യം ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പാവം മുരുകനെ ചെണ്ട കൊട്ടിക്കുന്നതിൽ ആ സംഘത്തിന് എപ്പോഴും വലിയ ഉത്സാഹമാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 276 ചോദ്യം, താഴെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം, നടക്കുക, നടക്കുക എന്നുള്ളതാണ് കൂട്ടത്തിൽ പെടാത്തത്. 277 ചോദ്യം ഇതാണ്, അർഹതയില്ലാതെ കിട്ടിയതിന്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുക എന്ന ആശയമുള്ള ചൊല്ല് ഏതാണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കും. അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കും. അർഹതയില്ലാതെ കിട്ടിയതിന്റെ പേരിൽ പൊങ്ങച്ചം കാണിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 278, താഴെ പറയുന്നവയിൽ ആത്മകഥ അല്ലാത്ത കൃതി ഏതാണ്? ആത്മകഥ അല്ലാത്ത കൃതി ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓളവും തീരവുമാണ് ആത്മകഥ അല്ലാത്ത കൃതി. അടുത്ത ചോദ്യം 279 ചോദ്യം, ഭാഷാ ക്ലാസ്സിൽ സംഘപ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കാത്ത കാര്യം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ മനക്കണക്ക് ചെയ്യൽ, ബി മികച്ച കുട്ടിയെ കണ്ടെത്തൽ, സി കുട്ടികൾക്ക് പഠന ചുമതലകൾ വിഭജിച്ച് നൽകൽ, ഡി കുട്ടികൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാനാകാത്ത കാര്യങ്ങൾ സംഘമായി ചെയ്യാൻ. അടുത്ത ചോദ്യം 280 ചോദ്യം ഇതാണ്, കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് പഠനാനുഭവങ്ങൾ നൽകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ വലിപ്പത്തിലുള്ള അക്ഷരങ്ങൾ എഴുതിയ ചാർട്ടുകൾ ഉപയോഗിക്കണം, ബി ക്ലാസ്സിൽ ഏറ്റവും മുന്നിലിരുത്തണം, സി ഫീൽഡ് ട്രിപ്പുകൾക്ക് ഊന്നൽ കൊടുക്കണം, ഡി ധാരാളം ദൃശ്യാനുഭവങ്ങൾ നൽകണം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ക്ലാസ്സിൽ ഏറ്റവും മുന്നിലിരുത്തണം എന്നുള്ളതാണ്.
282 ചോദ്യം ഇതാണ്. ആശയപടം എന്നാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ആശയപടം എന്നാൽ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കുട്ടികളുടെ അനുഭവങ്ങൾ പറയലാണ്. ബി ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഉപന്യാസങ്ങൾ വായിക്കലാണ്. സി രചന മെച്ചപ്പെടുത്തി എഴുതലാണ്. ഡി ആശയങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്തി ബന്ധിപ്പിച്ച് എഴുതലാണ്. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ആശയങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ കണ്ടെത്തി ബന്ധിപ്പിച്ച് എഴുതലാണ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 283 ചോദ്യം. കവിതാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം താഴെ കൊടുത്തവയിൽ ഏതാണ്? കവിതാ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശ്യം. ഓപ്ഷൻ എ കവിത ചൊല്ലി രസിക്കൽ. ബി വ്യത്യസ്ത താളത്തിലും ഈണത്തിലും കവിത എഴുതുന്നതിനെ കുറിച്ച് അറിയൽ. സി കവിതയിലെ ആശയം, ബിംബങ്ങൾ, സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി ആസ്വദിക്കൽ. ഡി കവിത എഴുതാൻ പരിശീലിക്കൽ. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. കവിതയിലെ ആശയം, ബിംബങ്ങൾ, സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി ആസ്വദിക്കൽ. അടുത്ത ചോദ്യം 284 ചോദ്യം. താഴെ പറയുന്നവയിൽ പഠന തെളിവുകളിൽ പെടാത്തത് ഏത്? പഠന തെളിവുകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ് സ്കൂൾ അസംബ്ലി, കുട്ടികളുടെ രചനകൾ, കുട്ടികളുടെ പ്രകടനങ്ങൾ, കുട്ടികളുടെ നോട്ട് ബുക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, സ്കൂൾ അസംബ്ലി. അടുത്ത ചോദ്യം 285 ചോദ്യം. കുട്ടികൾ ലേഖനത്തിൽ വരുത്തുന്ന തെറ്റുകൾ പരിഹരിക്കാൻ ഏറ്റവും യോജിച്ച മാർഗം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഉറക്കെ വായിക്കുക. ബി രചനാ പ്രവർത്തനങ്ങൾക്ക് ധാരാളം സന്ദർഭങ്ങൾ ഒരുക്കുക. സി തെറ്റായി വായിക്കുന്ന പദങ്ങൾ ആവർത്തിച്ച് എഴുതുക. ഡി നല്ല ഉച്ചാരണങ്ങൾ കേൾപ്പിക്കുക. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നല്ല ഉച്ചാരണങ്ങൾ കേൾപ്പിക്കുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം 286 ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയിട്ടുള്ള പദം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായി എഴുതിയിട്ടുള്ള പദം ഓപ്ഷൻ എ ആണ്, അസ്തമനമാണ്. അസ്തമനമാണ് ശരിയായി എഴുതിയിട്ടുള്ള പദം, അസ്തമയമല്ല, അസ്തമനം ആണ്. അടുത്ത ചോദ്യം 287 ചോദ്യം ഇതാണ്. സർവഭാഷാ വ്യാകരണ സിദ്ധാന്തം മുന്നോട്ട് വെച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, നോം ചോംസ്കി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥാപുസ്തകം തിരഞ്ഞെടുക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏത് കാര്യത്തിനാണ് കൂടുതൽ ശ്രദ്ധ വയ്ക്കുക? ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ് നോക്കാം. ധാരാളം ചിത്രങ്ങളുള്ള കഥാപുസ്തകം. ബി വലിയ അക്ഷരത്തിൽ അച്ചടിച്ചിരിക്കുന്ന പുസ്തകം. സി അധികം ദീർഘമല്ലാത്ത കഥയുള്ള പുസ്തകം. ഡി തുടർക്കഥയുള്ള പുസ്തകം. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, ധാരാളം ചിത്രങ്ങളുള്ള കഥാപുസ്തകമാണ്. അടുത്ത ചോദ്യം 289 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ സന്ധി ചെയ്യുമ്പോൾ വ്യത്യസ്തത പുലർത്തുന്നത് ഏത്? വ്യത്യസ്തത പുലർത്തുന്നത് ഓപ്ഷൻ ഡി ആണ്, തിരു പ്ലസ് ഓണമാണ് വ്യത്യസ്തത പുലർത്തുന്നത്. അടുത്ത ചോദ്യം 291 ചോദ്യം. പുരാണ കഥാപശ്ചാത്തലം സ്വീകരിക്കാത്ത കൃതി ഏത്? പുരാണ കഥാപശ്ചാത്തലം സ്വീകരിക്കാത്ത കൃതി ഏത്? ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, എന്റെ ഗുരുനാഥനാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 292 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത പദം ഏത്? കൂട്ടത്തിൽപ്പെടാത്ത പദം ഇതിലേത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്, വൈദ്യർ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 293 ചോദ്യം. പൊടി ഇട്ട് വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? പൊടി ഇട്ട് വിളക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇല്ലാത്ത ഭംഗി ഉണ്ടാക്കുക. ഇല്ലാത്ത ഭംഗി ഉണ്ടാക്കുക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ പദം ഏത്? ഇവിടെ ശരിയായി എഴുതിയ പദം ഓപ്ഷൻ ഡി ആണ്, പ്രവൃത്തി ദിവസമാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 295 ചോദ്യം ഇതാണ്. രണ്ട് കാര്യങ്ങൾ ഒന്നിച്ച് നടക്കുക എന്നതിന് ഏറ്റവും യോജിച്ച ശൈലി ഇവയിൽ ഏതാണ്? ഇവിടെ ഓപ്ഷൻ സി ആണ്, അക്കവുമല്ല അംഗവും കാണാം താളിയും ഒടിക്കാം എന്നുള്ളതാണ്. അംഗവും കാണാം താളിയും ഒടിക്കാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായി എഴുതിയ വാക്യം ഏത്? ശരിയായി എഴുതിയ വാക്യം ഇവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ശരിയായ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇരമ്യമ്മൻ തമ്പി 2 ആട്ടക്കഥകൾ കൂടി എഴുതിയിട്ടുണ്ട്. ഇരമ്യമ്മൻ തമ്പി 2 ആട്ടക്കഥകൾ കൂടി എഴുതിയിട്ടുണ്ട്. അതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം 297 ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യസ്തമായത് ഏത്? വ്യത്യസ്തമായത് ഇവയിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ, ചട്ടുകത്തിനറിയുമോ പായസത്തിന്റെ സ്വാദ്. ചട്ടുകത്തിനറിയുമോ പായസത്തിന്റെ സ്വാദ്. അടുത്ത ചോദ്യം 298 ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യാത്രാ വിവരണം ഏത്? യാത്രാ വിവരണം ഇതിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നൈൽ ഡയറി ആണ് ശരിയായ ഉത്തരം. നൈൽ ഡയറി ആണ് യാത്രാ വിവരണം. അടുത്ത ചോദ്യം 299 ചോദ്യം. പാടശേഖരം എന്ന പദം അർത്ഥപൂർണമായി വിഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, പാടങ്ങളുടെ ശേഖരമാണ് പാടശേഖരം. പാടങ്ങളുടെ ശേഖരം പാടശേഖരം. 300 ചോദ്യം, അവസാനത്തെ ചോദ്യം. പ്രൈമറി തലത്തിലെ ഭാഷാ പഠനത്തിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്? ഓപ്ഷൻസ്
എ അക്ഷരങ്ങൾക്ക്, ബി പദങ്ങൾക്ക്, സി അനുഭവങ്ങൾക്ക്, ഡി ചിത്രങ്ങൾക്ക്. ഇവിടെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, അനുഭവങ്ങൾക്കാണ്. അങ്ങനെ 2012 മുതൽ 2025 വരെയുള്ള കേറ്ററ്റിന്റെ മുൻവർഷ ചോദ്യപേപ്പറിലെ 300 മലയാളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിച്ചു കഴിഞ്ഞത്. ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക.